ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സാധനം എന്തുമ്മാ? ഇല്ലമ്മ, ഞാൻ കണ്ടില്ല. എന്തുവാ? ഹലോ ഗൈസ്, ഇപ്പൊ സൗണ്ട് ഇല്ലേ? ഞാനത് സൗണ്ട് വന്നത് കോള് വന്നതുകൊണ്ട് സൗണ്ട് മ്യൂട്ടാക്കിയതാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രണകുണയല്ല, പൊളിറ്റിക്സ് അല്ല, അതൊന്നുമല്ല. ഇന്നത്തെ നമ്മളുടെ വിഷയം അനന്തു ഇട്ടൊരു വീഡിയോ ആണ്. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫെസ്മിന ഫാസിയെ പറ്റിയിട്ടുള്ള ആനന്ദുവിൻ്റെ വീഡിയോ ആണ്
ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അനന്ത് കൊച്ചു നീ എന്തരാ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇനി വാ കൊണ്ടുവാ. ഫസ്മിന യൂണിവേഴ്സിലേക്ക് കയറാൻ പോവാ. നീ പോടാ നാറി, നിന്നെ ഇവിടെ ആരെടുക്കുന്നു? എല്ലാരും എടുത്ത് നമ്മളിത് കണ്ടില്ല. സീരിയസ്ലി ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്മിന ലല്ലു ഇഷ്യൂനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാലും ലൈഫ് ഓഫ് അനന്തു മോനെ, നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു വാക്ക് നീ തത്തടുത്ത് വിളിച്ച് പറയാത്തേലും ഞാൻ എൻ്റെ വിരോധം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു ഐക്യമൊക്കെ വേണ്ടേടാ. ഇത്രയും വലിയൊരു കാര്യം നീ പുറത്ത് വിട്ടിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതുള്ളത് എനിക്ക് വയ്യ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ അക്ബറിൻ്റെ വിഷയത്തിൽ അക്ബർ ഒരു സ്ത്രീ വിരോധിയാണ് എങ്കിൽ പോലും ഈ പറഞ്ഞവൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഇത് മനസ്സിലായില്ലേ? അതാണ്. ഓക്കെ, സിമ്പിളാണ്. തീരെ വെട്ടം കിട്ടട്ടെ, തീരെ വെട്ടമില്ലാതിരുന്നാൽ കൊള്ളത്തില്ല. ഇപ്പോൾ ഓക്കെ അല്ലേ, സെറ്റല്ലേ? നമുക്ക് ആ ഒരു പ്രസ്തുത സംഗതിയിലേക്ക് പോകാം, കേൾക്കാം. ഇന്റർസ്റ്റെല്ലാർ അവിഹിത അപരാധ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ കണ്ടം വഴി ഓടിക്കോ. ഈ ഒരു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന എന്നെ പോലുള്ള റിയാക്ഷൻ കുറച്ച് ഭാഗം എന്ന് ഒന്ന് തെളിയിക്കണം. അതുകൊണ്ടാണ് അല്ല, ഞാനൊരു കാര്യം പറയാം. അനന്തു ആയിരുന്നാലും ശരി തന്നെ, സായി ആയിരുന്നാലും ശരി തന്നെ, പിന്നെ മറ്റേ ആ പെങ്കുച്ചെന്ന ഹെൽനോസ് പാട്ടായിരുന്നാലും ശരി തന്നെ, ഇവക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വയലൻ്റായ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരോടും നിങ്ങളിങ്ങനെ പ്രഷർ ആവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഷർ ആകുമല്ലോ, ഇത് കേട്ടാൽ പ്രഷർ ആകുമല്ലോ. ആ പെങ്കൊച്ച് കാണിച്ച ഒരു പോക്കൃത്തരത്തിന് നമ്മളെല്ലാവരും വിറ്റ്നസ് ആയ ഒരു കാര്യമാണ് തൊപ്പിയുടെ വിഷയത്തിൽ. ആ പയ്യൻ എത്ര ഇന്നസെൻ്റ് ആയിട്ടാണ് അത് സഹിച്ചത്, അവൻ എത്രത്തോളം മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ തൊപ്പിയുടെ ഭാഗത്ത് നിന്നാണ് അത് ചിന്തിച്ചിട്ടുള്ളത്, അല്ലാതെ ഇവളുടെ ബാക്കിയുള്ള മോശ പരിപാടിയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വേറൊരു യൂണിവേഴ്സാണേ. ഈ സീ കിഡ്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. അതിലുള്ളതാണെന്നൊക്കെയാണ് എല്ലാവരും പറയണത്. നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയേണ്ട, നമ്മൾ കുറച്ച് പ്രായം ചെന്നാൽ തള്ള വൈബുള്ളവരല്ല, അമ്മച്ചി വൈബ് കിളവി വൈബൊക്കെ ഉള്ളവരല്ലേ. നമ്മൾ ഇതിനകത്ത് അഭിപ്രായം ഒന്നും പറയണ്ട എന്നുള്ളൊരു ടൈമാണ് ഇവരെല്ലാവരും. പ്രത്യേകിച്ച് ഹെൽനോസ് പാട്ടയും എടുത്തു പറഞ്ഞൊരു കാര്യം അത് തന്നെയായിരുന്നു. എന്നാൽ അതല്ല, അവള് വെറും വൃത്തികെട്ടവളാണെന്നും ഇതൊക്കെ അവളുടെ ഒരു കണ്ടന്റ് മാത്രമാണെന്നും എത്ര വട്ടം പറഞ്ഞു. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ, നമ്മളൊരു ഇഷ്യൂവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കാശുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ നമ്മളുടെ ആ ഇഷ്യൂവിൻ്റെ സീരിയസ്നെസ് എത്ര ലൈറ്റൺ ആക്കും എന്നുള്ളൊരു ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത്. സഭ അനുഭവിക്കുന്ന ഒരു ടോർച്ചർ, അത് നമ്മളുടെ കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ടോർച്ചറാണ്. ആണുങ്ങളുടെ അട്രോസിറ്റി കാരണം, എല്ലാ ആണുങ്ങളും അങ്ങനെയൊന്നും ഭാഗമില്ല, അങ്ങനെയുള്ള ആൺകുട്ടികളുടെ അട്രോസിറ്റി കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, ഒന്നിലധികമുണ്ട്. പക്ഷെ സഭയുടെ കേസിൽ എന്തെന്ന് പറഞ്ഞാൽ റിഫ ഒരു വിക്ടിമാണ്. ആൾറെഡി ഒരു വിക്ടിമായ ഒരു പെൺകുട്ടി അവളുടെ മുന്നിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴും അവൾ ആ ഒരു ട്രാപ്പിലേക്ക് പോയി വീഴുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും അവൾ അനുഭവിച്ച ദുരിതങ്ങൾ അവൾ പൊതുസമൂഹത്തിന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സഭയ്ക്കൊപ്പം നിൽക്കണം. സഭയ്ക്ക് അവിഹിതമുണ്ടെന്നോ അല്ലെങ്കിൽ സഭ മോശമാണെന്നോ അങ്ങനത്തെ ഒരു ടേമും ഇവിടെ അപ്പോൾ വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർക്കുള്ള ആ ഒരു അവൾ പറയണ നുണയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൽ ഫെസ്മിന പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഡിവോഴ്സ് അവൻ തന്നിട്ടില്ല, അവൻ ഡിവോഴ്സ് തരാത്തിടത്തോളം ഹീസ് മൈ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത്. ഇസ്ലാമിക നിയമപ്രകാരം ഫസഹ് കൊടുക്കാം, കുല കൊടുക്കാം, അതേപോലെ തന്നെ ഇത് പൊടന്നറി അപ്പം കുല കൊടുക്കാം, ഫസഹ് പറയാം, തലാക്ക് പറയാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും തന്നെ അവക്ക് വേണ്ട. അവക്ക് വേണ്ടത് എന്താണ്? അവൻ്റെ പുറകെ പോകണം. അവൻ ആരൊക്കെ ആയിട്ട് അവിഹിതമുണ്ട്, അവക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഞാൻ വായിക്കട്ടെ, കമൻറ്റ് വായിക്കാം. ഹായ് ക്യാൻ യു മേക്ക് എ വീഡിയോ എബൌട്ട് റിഫ കേസ്? അഫ്കോഴ്സ് ഐ വിൽ ഡു. കേരള ഓൺലൈൻ മീഡിയ ചാനൽ വിത്ത് പ്രൂഫ് ദേ ആർ ടാക്കിംഗ്. ഞാൻ കണ്ടായിരുന്നു, ഞാൻ അത് വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഫസ്മിനയുടെ കേസ് ഒന്ന് പറഞ്ഞോട്ടെ, എനിക്കിത് വീഡിയോയിൽ എടുത്തിടാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ കമൻറ്റ് വായിക്കാം. ഈ ഫസ്മിന ഈ ഒരു വിഷയവുമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ തന്നെ ആ പയ്യൻ ചാനൽ തോറും പോയിരുന്നുകൊണ്ട് ഈ കാര്യം പറയുന്നത്. ഒരു കേസ് അവനെതിരെ ഒക്കെ കൊടുക്കാൻ പറ്റിയോ? ഇപ്പം നമ്മളെപ്പറ്റി ഒരു മോശം അലിഗേഷൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പറ്റുന്നില്ല? അറ്റ്ലീസ്റ്റ് ഒരു പരാതി കോപ്പിയെങ്കിലും അവൾ കാണിക്കട്ടെ.
അവക്ക് ഇപ്പൊ കേസ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ പരാതി കോപ്പികൾ കാണിക്കാൻ പറ്റത്തില്ലേ? നമുക്കെതിരെ ഇങ്ങനെ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരാതിയെങ്കിലും കൊടുക്കണം വേണ്ടേ? എൻ്റെ കയ്യിൽ എനിക്കെതിരെ എന്ത് പോക്കർത്തരം വന്നിട്ടുണ്ടോ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുക്കാറുണ്ട്. കേസ് എടുക്കുന്നത് എടുക്കാതിരിക്കുന്നതും പോലീസുകാരുടെ ചൊണാകേട് പോലെ ഇരിക്കും. പക്ഷെ പരാതിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ റിഫ? ഇല്ല. സോറി, റിഫ അല്ല, ഫസ്മിന ഇല്ല. എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞതിലൊക്കെ സത്യമുള്ളത് കൊണ്ടാണ് കേട്ടോ. നിഷ നിങ്ങളെ പറഞ്ഞത് കേട്ടോ. ഏത് നിഷ? എനിക്ക് അവരെയൊന്നും അറിയത്തില്ല. അറിയാത്തവരെയൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിഷയോ കുഷിയോ അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. നീ ഈ പറയുന്ന കേസിൽ എന്തോ ഒരു മാസീവായിട്ടാണ് അവൻ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ അതിശയിച്ച് അന്താളിച്ചിരിക്കുകയാണ്. ശേ, ഇമ്മാതിരി പിള്ളേരുണ്ടോ എന്നുള്ളതാണ്. സമ്മതിച്ചേട്ടോ. ആനന്ദുവിൻ്റെ ആ എന്താ പറയണേ, ഇൻവെസ്റ്റിഗേഷണൽ ജേർണലിസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അമ്മാതിരി ഒരു സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കൃത്യമാണ് അതിനകത്ത് തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവള് പറഞ്ഞിരിക്കുന്ന വേർഡ്സ് ബൈ വേർഡ് ആ പയ്യൻ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ഒന്നാമത്തെ കാര്യം, ലല്ലു ഇപ്പം ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം അവന്റെ ഓരോ ഇന്റർവ്യൂ, പുതിയ ഇന്റർവ്യൂസ് ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ട് അവൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനെതിരെ അവൻ പറയുന്നത്. അതിനെതിരെ കമാമരക്ഷരം ഇതുവരെ ഫസ്മിന മിണ്ടുന്നില്ല. അതിൽ നമ്പർ 1 വളരെ വലിയൊരു പോയിന്റ്, ഒരു റെലവന്റ് പോയിന്റ് ആണ് അവൻ ചോദിക്കുന്നത്. കറക്റ്റ് അല്ലേ? അവക്ക് അതിനെപ്പറ്റി ഒന്നും പറയല്ല. ഗർഭം അവൻ്റെതല്ല എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവൾ മിണ്ടുന്നില്ല. അതിനെപ്പറ്റി യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ അവന്റെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയായിരുന്നു, ആ ഗർഭം മലസിപ്പിച്ചു എന്ന് പറയണം. നിങ്ങൾക്ക് അറിയുമോ, ഇത് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു സാധനമാണ്. കുട്ടികളുടെ ഗർഭചിത്രം നടത്തുക എന്നൊന്ന് നടത്തി കൊടുക്കുന്ന ഡോക്ടർക്ക് അവരുടെ ആ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ റദ്ദാക്കപ്പെടുന്ന ഒരു വലിയ ക്രൈമാണത്. ഈ ഗർഭ അലസിപ്പിക്കൽ എന്ന് പറയുന്നത് അതൊരു നല്ല പരിപാടിയല്ല. അത് ആരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. തോന്നിപ്പോ. ഈ രണ്ടാമത്തെ കാര്യത്തിലൂടെ ഫസ്മിനയുടെ ഡയറി, ഫസ്മിനയുടെ ഇത്ത ഒരു റീൽ ഇട്ട് ഗൈസ്. ആ റീൽ ഞാൻ വെക്കാം. ഈ റീലിനകത്ത് പുള്ളിക്കാരത്തി വളരെ ായിട്ട് ഫസ്മിനയുടെ റൂമിലൊക്കെ കയറിയിട്ട് ഫസ്മിനയുടെ ഡയറി ഇങ്ങനെ കാണിക്കുന്നത്. ഫസിമോളുടെ വിഷൻ ബോർഡ്, ഫസിമോളുടെ സ്റ്റിക്കേഴ്സ്, പിന്നെ അതിനകത്ത് 1-2 പേജസ് വളരെ വിസിബിൾ ആയിട്ട് കണ്ടു. ഈ പേജിൽ ലല്ലുവിന് വീട് കിട്ടിയ ഒരു തെളിവായിരുന്നു. പല കാര്യങ്ങളും ഫസ്മിനയുടെ തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവ്. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു സാധനമായി പോയത്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ ഫസ്മിനെ എഗൻസ്റ്റ് സംസാരിക്കുന്നത് പറയും. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പിടിച്ച് ലല്ലുവിന്റെ സപ്പോർട്ട് ആക്കരുത്. ഞാൻ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അവൻ വരനറിയാണ്, അവൻ ലോക ഉടായ്പാണ്. നേരത്തെ ഞാൻ എന്താണോ അവനെ പറ്റി പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് പറഞ്ഞ് എന്നെ പിടിച്ച് അവനെ സപ്പോർട്ട് ആക്കരുത്. ഓക്കെ, എനിക്കത് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെ പറയുമ്പോൾ എന്നെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കും, കോൺഗ്രസ്സുകാരെ പറയുമ്പോൾ എന്നെ പിടിച്ച് ബിജെപിക്കാരനാക്കും. ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട് പോകാം. ഫസ്മിനെ മുൻപിട്ട ഒരു വീഡിയോ ആണ്. ലല്ലുവിന്റെ ഒരു വോയിസ് ഫസ്മിനെ റിയാക്ട് ചെയ്യാണ്. ലല്ലു വോയിസിനകത്ത് പറയുകയാണ് ഇവള് ജോയിന്റ് അടിക്കുകയാണെന്ന്. ഇത് സീക്രട്ടിനെ കണ്ട് ലല്ലു വിളിച്ചപ്പോ പറഞ്ഞ സീക്രട്ടിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, സീക്രട്ട് ഏജന്റിന്റെ അടുത്ത്. ഇതിന് ഫസ്മിനയുടെ മറുപടി കേട്ടു. എന്റെ ഫാമിലി എന്നെ ഡ്രഗ്സിനും വെള്ളം അടിക്കുന്നതിനും പൊക്കിയത്. എക്സ്ക്യൂസ് മീ, എന്റെ ഫാമിലി ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു, ഞാൻ വെള്ളം അടിച്ച് പൊക്കിയെന്ന് എപ്പൊ പൊക്കി ഷിബിലി? എന്റെ ഫാമിലി എപ്പോഴാണ് അങ്ങനെ ഒരു ഈ നാടകത്തിലോട്ട് എപ്പോഴാണ് എന്റെ ഫാമിലി വലിഞ്ഞു കയറിയത് എനിക്കറിയത്തില്ല. പിന്നെ നീ പറയുന്നു നിന്റെ ഉമ്മ പച്ചവെള്ളം അല്ലേ എന്ന് പറഞ്ഞത്, നിന്റെ ഫാമിലീസ് പൊക്കിയെന്ന്. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത് ഷിബിലി? ഞാൻ ആലോചിക്കുക, നീ എങ്ങനെ ഈ കഥ ഇങ്ങനെ നീ എഴുതി വെച്ചിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ അതാണ് നമുക്ക് ഇപ്പൊ സംശയം. നീ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ എഴുതി വെച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡയറിക്കകത്ത് ഈ ഒരു സാധനം നീ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്ടേ ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു. 2026 ഫെബ്രുവരി നടന്ന കാര്യമാണ്. ഈ വീഡിയോ ഇടുന്നതിന്റെ ഇടയിലും ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു വന്ന് ഫസ്മിനയുടെ ഡയറിക്കകത്ത് അപ്രതീക്ഷിതമായി ആ ഒരു റീലിനകത്ത് പെട്ടതാണ്. ആ റീൽ അവർ അപ്പൊ തന്നെ കട്ട് ചെയ്ത്, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടായിട്ടാണല്ലോ ആ റീല് കട്ട് ചെയ്ത് മാറ്റിയത്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ആ റീല് കട്ട് ചെയ്ത് മാറ്റി. ആ റീലിനകത്ത് എഴുതിയേക്കുന്നതാണ് ഫെബ്രുവരി 2026 ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു. അപ്പം ലല്ലു ആ പറഞ്ഞത് ശരിയായിട്ട് വന്നില്ലേ? നീ ജോയിന്റ് അടിക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ പല ഇന്റർവ്യൂവിലും വന്നിട്ട് അതിന്റെ വോയിസും കാണിച്ചു. ഇപ്പൊ നീ തന്നെ നിന്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചേക്കുന്നു ജവാൻ ആയിട്ട് ജോയിന്റ് അടിച്ചു. ഈ ജോയിന്റ് എന്ന് വെച്ചാൽ കഞ്ചാവല്ലേ? അപ്പം നീ കഞ്ചാവാണെന്ന് നീ തന്നെ തെളിയിച്ചു. ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്നത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഫസ്മിന ഉറപ്പായിട്ടും ഇതിനൊരു മറുപടി നൽകേണ്ടതാണ്. നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിന നൽകുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള തന്റെ ഇടം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഓൾറെഡി പുള്ളിക്കാരത്തി പറഞ്ഞു ഡയറിയെ പറ്റി ഞാൻ ഒന്നും മിണ്ടത്തില്ലെന്ന്. മിണ്ടിക്കഴിഞ്ഞാൽ പെടും. അതുകൊണ്ടാണ്. ഇനി ഡയറിക്കകത്ത് വന്ന അടുത്ത കാര്യം ഇതാണ്. വേറൊരു കാര്യം, ജെ gives me the best
ഷെക്ഷ് എഴുതി വെച്ചേക്കാണ്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ടേൺഡ് ഇൻടു എ സെക്സ് മാനിയാക്ക്. ആ ടേൺഡിന്റെ ആ ഒരു ഭാഗം പകുതിയേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഐ ടേൺഡ് ഇൻടു എ സെക്സ് മാനിയാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ടേൺഡ് ഇൻടു എ സെക്സ് മാനിയാക്ക് എന്ന് പറയാം. ഈ ഐ അല്ലെങ്കിൽ ഹി ആയിരിക്കും അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് വരാം. ടോക്കിംഗ് സെക്സ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു റീലിനകത്ത് നിന്ന് മുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ജെ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ആണ്. ആരാണ് ജെ നമുക്കറിയില്ല. പക്ഷെ വേറൊരു പേജ് ഞാൻ നോക്കിയ സമയത്ത് ആ പേജിനകത്ത് ജലൻ എന്ന് പറയുന്ന ഒരു വാക്ക് 2-3 സ്ഥലങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു. ജലനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ജലനായിട്ട്, ഇത് ജലൻ തന്നെയല്ലേ അതോ വേറെ എന്തെങ്കിലും പേരാണോ? കണ്ടിട്ട് ജലൻ തന്നെയാണ് ഞാൻ വായിച്ചേക്കുന്നത്. ജലനായിട്ട്, ജലൻ എഴുതിയിട്ട് പിന്നെ വേറെന്തോ സംഭവം ഉണ്ട്, എന്നിട്ട് വെരി ഹാപ്പി, എന്നിട്ട് അതിന്റെ താഴെ ഒരു സ്റ്റിക്ക് നോട്ട് വെച്ച് ഒട്ടിച്ച് ചെയ്തിട്ടുണ്ട്. ഓൾ മൈ ഫോൾസ് ഓർ ടേക്സ് ആണെന്ന് തോന്നുന്നു. ഡാഷ്ഡ് ലൈക്കിംഗ് മീ, പ്രൗഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേ ബി ഈ ജലനായിരിക്കാം. ജെ ഗിവ്സ് മീ ദ. സോ ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 2026. ഇതിനകത്തുള്ളതാണ്. കഴിയില്ല, വേറൊരെണ്ണം ഉണ്ട്, ഒരു പേജും കൂടെ. ഏറ്റാൻ ഐപിഎൽ കഴിച്ചു. ഐപിഎൽ എന്തിനാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലല്ലോ. ഇത് 2026 മാർച്ചിൽ മറ്റേ പേജിനകത്താണ്. അന്നേരം മേ ബി ഫെബ്രുവരിയുടെ മാർച്ചിന്റെ ഇടയ്ക്കാണെങ്കിൽ ഈ പേജ് ഫെബ്രുവരിയിലെ ആയിരിക്കാം, ഇത് മാർച്ച് 1 ആയിരിക്കാം. ഡേറ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്താണെങ്കിലും ഫെബ്രുവരി മാർച്ചിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മറ്റേ ജലനുമായിട്ട് ബെസ്റ്റ് ഷെഷ് ഇതിനകത്ത് IPL 8. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇതിന്റെ താഴെയും ഈ ജലൻ എന്ന് പറയുന്ന പേര് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ജെ ഫോർ ജലൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അസംഷൻ ആണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഇത് ക്ലാരിറ്റി തരേണ്ടത് ഫസ്മിനെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുള്ള റീസൺ. ഫസ്മിനയുടെ നവംബർ 8 ഇട്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് റിലേഷൻഷിപ്പ് അഥവാ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. Q&A ആണ് ചോദിച്ചതാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയുന്ന മറുപടി കേട്ടോ. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇസ് വെരി മച്ച് സിംഗിൾ എന്ന് ഞാൻ പറയും. ആൻഡ് നെക്സ്റ്റ് റിലേഷൻഷിപ്പ്, നമുക്ക് ഒരു അവസ്ഥയിൽ നിന്ന് വന്നിട്ട് നമ്മളൊന്ന് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അടുത്തയിലോട്ട് പോകത്തില്ലല്ലോ. മത്ലബ് മീൻസ് എന്തായാലും പറയാ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കാൻ പോയിട്ട് ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. ആ ഒരു സ്റ്റേജിലാണ് ഞാൻ. അല്ലാണ്ട് ഇനി ലൈഫിലോട്ട് ഒരാളെ എടുത്തു വെക്കാൻ പറ്റിയൊരു ഇതല്ല, മനസ്സിലായോ? സോ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇസ് സിംഗിൾ. അവിഹിതവും ഇല്ല, വേറൊന്നും ഇല്ല, സംഭവം ഇല്ല. ഡോണ്ട് ദ പോയിന്റ്. അപ്പം അവിഹിതമില്ല, വേറെ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ഇത് 4 മാസം മുമ്പ് നവംബർ 8 ഇട്ട വീഡിയോ ആണ്. മേ ബി 4 മാസം കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് പലതും നടക്കാം, മൈൻഡ് മാറാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവാം, ഫസിയുടെ മൈൻഡ് ഒക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പം പുതിയ റിലേഷൻഷിപ്പ് വേണമെന്ന് തോന്നിയിട്ട് ഫസ്മിന റിലേഷൻഷിപ്പിൽ ആയതാവാം. കുറ്റം പറയാൻ പറ്റുന്നില്ല, ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ മാർച്ച് 5 സഫ കള്ളം പറയല്ലേ കുട്ട എന്നും പറഞ്ഞ് ഫസ്മിന ഇട്ട വീഡിയോ ആണിത്. ഈ മാർച്ച് 5 ഇട്ട വീഡിയോയിൽ സഫ എടുത്ത് ഫസ്മിന ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ലല്ലുവായിട്ട് ഇവര് പിരിഞ്ഞ് താമസിക്കുകയാണ്. ഈ സഫയുടെയും ലല്ലുവിന്റെയും അവിഹിതം പൊക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഫസ്മിന നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ വീഡിയോസ് ദുരിതം ഇറക്കിയല്ലോ. ആ സമയത്ത് ഇറക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ് ഓർക്കുക, മാർച്ച് 5. അതിനകത്ത് ഫസ്മിന പറയുന്ന ഒരു കാര്യം ഞാൻ വെക്കാവേ. കൊണ്ടുവന്ന തെളിവ്, നിന്റെ ഊബർ വണ്ടിയായിട്ട് ലല്ലു ഇറങ്ങുന്ന കാര്യം, അവന്റെ ഷഡ്ഡി, ഈ മാങ്ങാത്തോലി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം താ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ, എന്നിട്ട് ആ ഡിവോഴ്സ് അങ്ങോട്ട് വാങ്ങിച്ചു താ. മനസ്സിലായോ? ഇവള് വമ്പ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്റെ അടുത്ത്. ഹി ഈസ് നോട്ട് യുവർ ഹസ്ബൻഡ്, സോ ദർ ഇസ് നത്തിങ് ടു കൺവിൻസ് യു ഓഫ്. സഫ പറയുകയാണ് അവൻ നിന്റെ ഹസ്ബൻഡ് അല്ല, അപ്പൊ നിന്നെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് അല്ലേ? എന്റെ ഹസ്ബൻഡ് എങ്ങനെ ആവാണ്ടിരിക്കുമ്പോൾ ഡിവോഴ്സ് ആവാത്ത ഒരു പക്ഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത് അറിയണം പ്രേക്ഷകരെ. ഡിവോഴ്സ് ആവാണ്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് ആവാണ്ടിരിക്കുക? എനിക്ക് ഡിവോഴ്സ് ആയിട്ടില്ല, അപ്പൊ സ്റ്റിൽ ഫസ്മിന ലല്ലുവിന്റെ ഭാര്യയാണ് ഗൈസ്. അതാണ് ഫസ്മിന ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവന്റെ ഭാര്യയാണ്, അതുകൊണ്ട് അവന്റെ അവിഹിതം പൊക്കാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. ഫസ്മിന വൈഫാണ്. ഹസ്ബൻഡ് ആവാണ്ടിരിക്കുക. എനിക്ക് അയാളെ വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹസ്ബൻഡ് തന്നെയല്ലേ ഇപ്പോഴും. പേരിന് ഹസ്ബൻഡ് എന്നൊരു പേര് ആ മുന്നേക്ക് കിടക്കുന്നില്ലേ? എക്സാക്ട്ലി, ഹസ്ബൻഡ് തന്നെയാണ്. ഡിവോഴ്സ് തന്നിട്ടില്ലല്ലോ. സോ എന്നെ കൺവിൻസ് ചെയ്യാൻ നിനക്ക് താല്പര്യമില്ല എന്നല്ല അതിന്റെ സത്യം. കൺവിൻസ് ചെയ്യാൻ ഈ ചിരട്ട മുറിച്ച് എങ്ങനെ കൺവിൻസ് ചെയ്യാ? ഈ ചെക്കനായിട്ട് ഇങ്ങനെ നടക്കല്ലേ ചിരട്ട മുറിച്ച്, അപ്പൊ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. എടി തവളമോറി, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അവന്റെ ചാനലിൽ തന്നെ പോയി കാണുക. അയാൾ ഇട്ടത് എപ്പോഴായിരുന്നു? 2 ദിവസം മുമ്പേ കണ്ട ഇട്ടതാണ്. പക്ഷെ ഞാനിത് കണ്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെയാണ് ഇതിനെപ്പറ്റി ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്താ ആ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഡീറ്റെയിൽസ് കൊണ്ടുതന്നത്. താങ്ക് യു സോ മച്ച് അനന്തുവിന്. താങ്ക് യു. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്രീഷിയേറ്റ് ചെയ്യാതെ പാടില്ല.
ഇതിൽ ഒരാളുടെ അവിഹിതം പറയുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിടുന്നതോ ഒന്നുമല്ല കേട്ടോ. ആ പയ്യൻ ചെയ്തതൊരു വലിയ കാര്യമാണ്. അത് എങ്ങനെയാ പറയുക, ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് ഇത് വേറൊരു യൂണിവേഴ്സാണ്. ഓക്കെ, എഗ്രീഡ്, വേറൊരു യൂണിവേഴ്സ് തന്നെയാണ്. പക്ഷെ ആ യൂണിവേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു ലെവലിലാണെങ്കിലോ. ഇപ്പം തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ബഹളം വെക്കുകയും റോഡിൽ കിടന്ന് തെറി വിളിക്കുകയും മോശം പറയുകയൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർ, കുറച്ച് മുതിർന്ന ആൾക്കാർ അതിനെ എതിർത്തു. അന്ന് ഞാൻ തൊപ്പിക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്ത ആളാണ്. അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അതിനകത്ത് എന്തിനാ കൈ കിടത്തുന്നതെന്ന് ചോദിച്ചത്. പക്ഷെ അവരിട്ട കമൻസിൽ കൂടെ നമുക്കൊരു ബോധം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം അവൻ്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പൊടി മക്കളാണ്. അപ്പൊ പൊടി മക്കൾക്ക് എന്താണ് കൊടുക്കുന്ന മെസ്സേജ്? ആ മെസ്സേജ് ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. ഇത് ഭയങ്കര തഗ് സാധനമാണ് എന്നുള്ളത്. അതേപോലെ വേറൊരു 2 ദൊണ്ണന്മാരുണ്ടായിരുന്നല്ലോ ഈ ട്രാവൽ വ്ളോഗ് ചെയ്ത, അവരും ഇത് തന്നെയാണ് മെസ്സേജ് കൊടുത്തത്. അവരുടെയും കുട്ടികളാണ് അവർക്ക് വേണ്ടി കരഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്ന മെസ്സേജ് കുഴപ്പമാണെന്ന് കണ്ടാൽ മുതിർന്നവർ ഇടപെടണം, അതിനകത്ത് സംസാരിക്കണം, അത് ചെയ്യണം. പക്ഷെ ഇതെങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഫസ്മീന എന്ന് പറയുന്ന സ്ത്രീ എന്നെയാണ് അപ്രോച്ച് ചെയ്തത്. ഞാൻ അവരുടെ അടുത്ത് പോയിട്ടില്ല. എനിക്ക് വന്നാണ് അവര് കമന്റ് ഇട്ടത്, ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ഹായ് എന്നിടുന്നു. അടുത്തവരെന്നെ തെറിയാണ് വിളിക്കുന്നത്. ആൻഡ് എന്തൊക്കെ ബാഡ് വേർഡ്സ് ആ പെണ്ണ് ഉപയോഗിച്ചെന്നറിയാമോ? എന്നിട്ട് അവള് പറയണ അമ്മയുടെ പ്രായമായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നെന്ന്. ഒരു അമ്മയുടെ പ്രായമുണ്ടെന്ന് പറയുമ്പോൾ പോട്ടെ, ഞാനൊരു ഇത് ആക്റ്റീവായി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ്. എന്നെ വന്ന് ആ തെറി വിളിച്ചാൽ എൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ എടുത്തു വെച്ച് കൊടുക്കും. അതിൽ കൂടെ ഒരു റീച്ച്, ആ റീച്ചിൽ കൂടെ എന്നെ കുറെ തെറി പറയുമ്പം അതേപോലെ കുറെ പേര് അങ്ങോട്ട് പോകും. ഇപ്പം പൊതുവിലൊരു തോട്ടുണ്ട്, ഇപ്പം എന്നെ എതിർക്കുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു ഐഡിയ ആണത്. അവരെ എടുത്തു വെച്ച് അങ്ങോട്ട് ഉടുത്താ നല്ല വ്യൂ കിട്ടും, നല്ല വ്യൂ കയറും. അഫ്കോഴ്സ് അതിനകത്ത് 1% ശരിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇതെന്താണെന്ന് കേൾക്കാൻ ഒരു കൗതുകത്തിന് പോകും. ആദ്യത്തെ വ്യൂ മുഴുക്ക അങ്ങനെയാണ് കിട്ടുന്നത്. ലേറ്റർ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. അത്രേ ഉള്ളൂ. എന്ത് പറയണു എന്ന് കേൾക്കാനാണ് പോകുന്നത്. ആസ് യൂഷ്വൽ കോപ്പി പേസ്റ്റുള്ള പഴയ കഥകൾ വീണ്ടും റീപെയ്ഡ് ചെയ്ത് വന്നാൽ എന്ത് ചെയ്യും? ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആരും ഒളിച്ച് താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഐ എം എൻ ഓപ്പൺ ബുക്ക്. എനിക്ക് ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല. ആ സ്ഥലത്തേക്കാണ് ഈ പെണ്ണ് പച്ച അപരാധം. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ്, ഈ സ്ത്രീ എന്താ ഇങ്ങനെ, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? പിന്നെ അവളുടെ ലൈഫിൽ അവൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് അവൾ ഫീൽ ചെയ്യണത് തൊപ്പിയുടെ ആ ഒരു കൂട്ടുകെട്ടാണ്. സത്യത്തിൽ ആ പയ്യൻ മൂലമല്ലേ ഇവള് സൊസൈറ്റിയിലേക്ക് അറിയപ്പെട്ടവളായത്. അപ്പൊ അവനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവൻ ഇനി എത്രയേ കുഴപ്പമുള്ള ചെറുക്കനാകട്ടെ, പക്ഷെ ആ കുട്ടിയെ പറ്റിച്ചത് നമ്മൾ കണ്ടുകൊണ്ട് നിന്നല്ലേ. ആ സമയങ്ങളിൽ, അതായത് ഇവളെ പറ്റിക്കുന്ന ആ സമയങ്ങളും അതിന് മുമ്പുള്ള ഒരു 3 months ബിഫോർ ഉള്ള കുറെ അധികം ന്യൂസുകൾ നിങ്ങൾ എടുത്തു നോക്കാം. ഇവിടെ ഒരു ഗ്രീഷ്മ കഷായം കൊടുത്ത് കൊന്നു കളഞ്ഞില്ലേ ഒരു ചെറുക്കന്? എന്തുകൊണ്ടായിരുന്നു? എന്തിനാണത് ചെയ്യുന്നത്? അതേപോലെ ഒരുപാട് പെൺകുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്നു, ആസിഡ് എറിഞ്ഞു കൊല്ലുന്നു. എന്തിനാണ്? തേക്കുന്നതിനാണ്. അപ്പൊ ഈ തേപ്പെന്ന് പറയുന്ന ഒരു സംവിധാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇത്ത ഫെസ്മിനയെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ ഇത് അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ വല്ലാത്ത വൾഗറായിട്ട് ഈ പെണ്ണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്ത വിധമാണ് ഞാൻ പറഞ്ഞത്. ഞാനില്ല അതിനകത്തെ, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് അവളെ പറ്റി അറിയേണ്ട കാര്യമില്ല. ആ യൂണിവേഴ്സിലെ ഞാനില്ല. സി കിഡ്സിലൊന്നും ഞാനില്ല. ഞാൻ അവരുടെ വിഷയങ്ങളൊന്നും എടുക്കാറില്ല. സഫയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? റിഫയെ അവഹേളിച്ചതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ പോയി തലയിടാറില്ല, കാണാറില്ല. എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേറെ ടോപ്പിക്കുകളുണ്ട്. ഐ എം ബിസി വിത്ത് ദാറ്റ്. അവള് എന്നെ വെറുതെ നോസ്പൂൾ ചെയ്തു. അതിൽ കിട്ടിയ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അവൾക്ക് അങ്ങ് സുഖിച്ചു. സെയിം മാനർ അവൾ ടാർഗറ്റ് ചെയ്തു അക്ബറിനെ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും വെറുത്തൊരു ക്യാരക്ടർ അക്ബറാണ്. അതിന്റെ ഒരു റീസൺ സെപ്റ്റിക് ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചതാണ്. പക്ഷെ ഇപ്പൊ അത് ഏകദേശം അവ ശരിയാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രമേ എൻ്റെ ശരിയുള്ളേ, ബാക്കിയുള്ളതിന് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അക്ബറിനെ ട്രാപ്പിലാക്കിയത് ഈ സ്ത്രീയാണ് എന്ന് മനസ്സിലാകുന്നു. അക്ബർ അവിടെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെയൊക്കെ പറ്റിയൊന്നും നമ്മൾ ആധികാരികമായിട്ടൊന്നും പറയേണ്ട. പക്ഷെ ഈ വിഷയത്തിൽ അക്ബർ ഇന്നസെന്റ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആപ്പുകൾ ഉണ്ടാവും, മനുഷ്യന് ഡിപ്രഷൻസ് ഉണ്ടാവും. ആ ഡിപ്രഷൻ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പലരും ഈ ആപ്പുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭാര്യയോ കാമുകിയോ
അല്ലെ എൻഗേജ് ചെയ്ത് വെച്ചിരിക്കുന്ന വുഡ്ബിയോ ഒക്കെ നമുക്ക് സാധകമാകുന്ന രീതിയിൽ നമ്മുടെ ഫേവറായി നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളതൊന്നും ചെയ്യത്തില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇറ്റ്സ് കോയിൻസിഡൻറ്റ്. പക്ഷെ അത് എടുത്തു വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത ഇവളെ വിധമാണ്, ഇവളൊരു സോഷ്യൽ ഈവിളാണെന്നുള്ള മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിയെ വേണ്ടുള്ളൂ. 2, ഇവളുടെ ഹസ്ബൻഡ് എന്ന് ഇവൾ അവകാശപ്പെടുന്ന ഈ പയ്യൻ ഷിബിലി, ഈ പയ്യൻ ഇവളെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. ഒരാൾ നമ്മളെ വിട്ടുപോയാൽ അവനെ പിന്തുടർന്ന് അവ എന്ത് ചെയ്യണം നോക്കുന്നത്. ഇത് തനൂജയുടെ ഒരു വേർഷനാണ്, തനൂജയുടെ സി വേർഷനാണ് ഈ പെണ്ണ്. അപ്പം തനൂജ അവനെ ഉപേക്ഷിച്ചു, മറ്റൊരു കല്യാണം കഴിച്ചു, അവൻ്റെ കൂടെ പോയി ഗർഭിണിയായി, ഗർഭം അലസിപ്പിച്ചു, എന്നിട്ട് അവൻ്റെ പുറകെ നടക്കണം. ഇതായിരുന്നു ഞാൻ മുന്നോട്ട് വെച്ച കാര്യം. സെയിം തിങ് തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ പറയുമ്പോൾ പിള്ളേരെ കൊണ്ടുള്ള കമന്റ് ശല്യം സഹിക്കാൻ വയ്യായിരുന്നു. എന്തൊരു തെറിവിളിയായിരുന്നു, എന്തൊക്കെയാ പറയുന്നേ. എനിക്ക് പ്രാന്താണ്, എനിക്ക് അസൂയയാണ്, എനിക്ക് വാഴയാണ്, എന്തൊക്കെ ഒരു വട്ടപ്പേരും ഇട്ടോളൂ. ഒരാളെ മറ്റൊരാൾ പറ്റിച്ചാൽ അവർക്കുള്ള ദൈവം കൊടുക്കും. തൊപ്പി പറ്റിച്ചതിന് അവൾക്ക് തൊപ്പിയെ പറ്റിക്കുകയല്ല ചെയ്തത്, തൊപ്പി അവൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിന് അവൾക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടുക തന്നെ ചെയ്തു. 100% അവൾക്ക് കിട്ടേണ്ടത് കിട്ടി, അത്രേ ഉള്ളൂ. ഹായ് കവിത, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറേ കമൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ കമൻറ്റിൽ കൂടെയാണ് പല വിഷയങ്ങളും അറിയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പൊളിറ്റിക്സ്, അതായത് ഇപ്പം നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ കാണുന്നത് വായിക്കുന്നതൊക്കെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും ആണ്. പിന്നെ കുറച്ച് നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ധ്രുവ് റാത്തെ ലെവലിലുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ പോയിരുന്ന് കാണും. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇതില്ല, എൻ്റെ മൈൻഡ് സെറ്റിനൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരം ഇതൊക്കെ ഞാൻ പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് പോയിരുന്ന് മെനക്കെട്ടിരുന്ന് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം ഞാൻ മിസ്സായി എന്ന് ഓർക്കുമ്പോൾ അയ്യേന്ന് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇത്രയും ആക്റ്റീവായി നിന്ന് എനിക്ക് ഇത്രയും വലിയൊരു കാര്യം മിസ്സായി എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യ. എടി വെറും കൂറയാണല്ലോ നീ, വെറും കൂറയാണല്ലോ, ചെറിയ കൂറയൊന്നുമല്ല, വെറും കൂറയാണല്ലോ നീ. അവനുമായിട്ട് സെക്സ് ചെയ്തു, ഇവനുമായിട്ട് സെക്സ് ചെയ്തു, ഡ്രഗ് അടിച്ചു, അവൻ്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്തു, ഐപ്പിള്ള് കഴിച്ചു. ഇതൊക്കെ അവൾ എഴുതി വെച്ച സാധനമാണ്. ഫസ്മിനെ പാവമാണെങ്കിൽ നീ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി, എൻ്റെ വാപ്പായെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് നീ ഉമ്മാന്ന് വിളി എടുത്തുണ്ട്. പത്മിനെ പാവോ, എന്ത് പാവത്തരം. ഇങ്ങനെയാണ് ആൾക്കാരെ ട്രാപ്പിലാക്കുന്ന, മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഈ സഹതാപത്തിന് പോയി ചാടി കൊടുക്കല്ലേ. ഓരോ രീതിയിലുള്ള സഹതാപം പറയുന്നവരും ഓരോ രീതിയിലും അംഗീകരിക്കല്ലേ നിങ്ങൾ. അവർ നല്ല ചതിയനും ചതിച്ചികളുമാണെന്നുള്ളത് തെളിവാണ്. ഇവിടെ എത്ര എക്സ്പീരിയൻസ് ആയി, നിങ്ങൾ എന്താ പഠിക്കാത്ത. ഇനി പുള്ളിക്കാരി അടുത്ത വീഡിയോ ഇടുമ്പോൾ പറയും അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എല്ലാത്തിനും നമുക്ക് വട്ട ഇതുണ്ട്, അവള് ഇരുന്നോണ്ട് പറയും. പിന്നെ സായിയെ പോലുള്ള, ഹെലന സ്പാട്ടെ പോലുള്ള വെറും വാഴഞ്ഞൊണ്ണകൾക്കാണ് ഇങ്ങനെയുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതായിപ്പോയത്. എടേ നിങ്ങളുടെ സമയം കഴിഞ്ഞിടേ, ഓവറായടേ. നിങ്ങൾക്ക് വ്യൂ കിട്ടുന്നുണ്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, നല്ല വ്യൂ ഒക്കെയാണ്. പക്ഷേ നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എടുക്കുന്ന മിക്കവാറും വിഷയങ്ങളൊക്കെ തന്നെ ഫ്ലോപ്പി ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഫ്ലോപ്പായി പോകുന്നത്. മനസ്സിലാക്കുക. വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങളങ്ങ് ഭയങ്കര ഇതെന്നല്ല. അതാ അവനെ കണ്ടുപിടിക്കും, അനന്തുവിനെ കണ്ടുപിടിക്കും. അവ കൃത്യമായിട്ട് സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് പോയിന്റ്. അതാണ് സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സത്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് 1 ഇഞ്ച് സാധനം വിടാതെ അവൻ പോയിന്റ് ബൈ പോയിന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അനന്തുവിൻ്റെ ചാനലിൽ പോയി വാച്ച് ചെയ്യുക. ഞാൻ കുറച്ച് ഭാഗം ഇവിടെ പ്ലേ ചെയ്തതേ ഉള്ളൂ. അനന്തുവിൻ്റെ ചാനലിലുണ്ട് 18 മിനിറ്റ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് 2 മിനിറ്റോ 3 മിനിറ്റോ എന്താ പ്ലേ ചെയ്തുള്ളൂ. ബാക്കി പോയി കാണാം. അതിനകത്ത് മുഴുക്ക അവൻ കൃത്യമായി സൂപ്പറാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. സൂപ്പറായി പൊളിച്ച് അടിച്ച് അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് 1.5 പൊളിച്ചെടുക്കലായിരുന്നു ഈ ഫസ്മിനെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഞാനിത് പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ആരും അംഗീകരിക്കാറില്ല, എൻ്റെ തലയിൽ കയറി ഇറങ്ങാറാണ് പതിവ്. ഞാൻ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം മനസ്സിലായ ശേഷം മാത്രമേ പറയുള്ളൂ. മനസ്സിലായി ഞാൻ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ പിൻവാങ്ങൂല. അതിൻ്റെ റീസൺ എൻ്റെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. തിരുത്തലുകൾ വേണമെങ്കിൽ അപ്പോഴും ഞാൻ പറയും. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ആ പെണ്ണ് പിഴയാണ് എന്നുള്ളൊരു ഞാൻ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയുമാണ്. എൻ്റെ അടുത്ത് വരിക, എന്നെ തെറി വിളിക്കുക, എന്നിട്ട് ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ അവളുടെ ചുറ്റുമുള്ളവരുടെ അവസ്ഥ ആലോചിക്കുന്നു. നാളെ അവളെ ഉമ്മ അങ്ങനെയാണ്, ഉമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൾ വീഡിയോ ഇടും. അവളുടെ കുടുംബക്കാരെ വെച്ച് അവൾ പൈസ ഉണ്ടാക്കും. ഈ യൂട്യൂബ് റവന്യൂ വളരെ മധുരമുള്ളൊരു സാധനമാണ്. അതിനകത്ത് എന്തും വിൽക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്ന രേണുവാണ്. വട വരെ വിറ്റ് കാശ് കിട്ടുന്നുണ്ട്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ടേസ്റ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അവൾ മെലിഞ്ഞു തൊലിഞ്ഞിരിക്കുന്നതെന്നും കുറേ ഡ്രാമ കാണിക്കുന്നുണ്ടെന്നും ഒക്കെ കാണുമ്പോൾ
നമ്മൾ കുറേ പേര് അയ്യോ പാവം ഒരു പരിധിയിൽ ഞാനും വിചാരിച്ചു അയ്യോ കഷ്ടം കേട്ടോ, അവൻ അടുത്തിരുത്തിയിട്ടുള്ള ഒരു വീഡിയോ അവൾ പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അവൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നല്ലോ, അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന അയ്യോ പാവം അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ചെറുക്കൻ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ സത്യതല്ല, അവൻ അടുത്തിട്ട് നിൽക്കുകയല്ലേ, ഇവളുടെ പിഴച്ച ജീവിതം കാരണം ആ ചെറുക്കൻ ഇറങ്ങിപ്പോയിക്കോളാൻ വയ്യാതെ നിൽക്കുകയാണ്. വിവാഹം കഴിച്ചു, ഓക്കെ, പക്ഷെ കള്ളുകുടിയും കണ്ടവന്മാരുമായിട്ടൊക്കെ നിരങ്ങി നല്ല സെക്സും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഈ ചെറുക്കൻ ചെയ്യുമ്പോൾ പറ്റൂന്ന് പറയുന്നുണ്ടോ? നല്ല പിഴച്ച ജന്തുവാണെന്ന് തെളിഞ്ഞില്ലേ? പോയി, അത് ശരിയാ. പക്ഷെ അവൾക്ക് കൊടുക്കാനുള്ളത് അവൻ കൊടുത്താൽ ഓൾ നിർത്തും, ഇതല്ലേ അവളെ ആവശ്യം അല്ലേ അവൾ പറയുക. കറക്റ്റ്. ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ? മുന്നേ സ്ഥിരമായി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ലൈവിൽ വരുമായിരുന്നു, ഇപ്പോൾ ഒരു MNCയിൽ ജോബ് കിട്ടി. ആണോ? എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങളെ പേര് ഹൈ ഹിറ്റാ, ഇങ്ങനെയൊക്കെ ഒരു പേരുണ്ടോ? എനിക്ക് അറിയില്ല. അയ്യോ, ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് സംഭവിച്ച കാരണങ്ങളെല്ലാം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചേച്ചിയിലെ ഫെസ്ബിന. അതല്ല, അവർ തമ്മിലുള്ള ഇഷ്യൂ അത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. അത് ആളുകളിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അവനൊരു സോഷ്യൽ ഈവിളാണ്. ഇനി ഒരു പെണ്ണ് അങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല. അത് മാത്രമല്ല, അവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തൊക്കെയാണ് ആ പയ്യൻ ആ പയ്യനെതിരായിട്ട് ആ സഭ കൊണ്ടുവന്ന് വരുന്ന സാധനങ്ങൾ എത്രത്തോളം സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പം അത് പബ്ലിക്കിലേക്ക് അധികം എടുക്കാതിരിക്കാൻ അവളുടെ അവിഹിതം കൊണ്ട് ഇവൾ ഇറങ്ങിയിരിക്കുകയാണ്. ലോകം മുഴുക്ക പിഴച്ച് നടക്കുന്ന ഒരുത്തി, അതായത് കണ്ടവന്മാരുടെ അടുത്തൊക്കെ സെക്ഷൽ കോണ്ടാക്ട് കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ട് നിനക്ക് അവിഹിതമല്ലേടി എന്ന് പറയുന്നു. അവൾ അഥവാ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ മറ്റൊരാളുമായിട്ട് ഒരു സഹവർത്തിത്വം വെച്ചാൽ തന്നെ എന്താ തെറ്റ്? അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഈ ദുഷ്ടന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ തൂങ്ങിച്ചാവണോ? അവന്റെ ആദ്യത്തെ ഭാര്യ തൂങ്ങിച്ചാവേണേ ചെയ്തത്, അതുപോലെ ഈ കുട്ടിയും തൂങ്ങിച്ചാവണമായിരുന്നോ? അപ്പം അത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ ആണെന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇവൾക്ക് എന്തിന്റെ കഴപ്പായിരുന്നു? കൂടെ ഒരുത്തനില്ലേ? എന്തിന്റെ കഴപ്പായിരുന്നു? ഇവളെയൊക്കെ വീട്ടിൽ നിന്ന് വിട്ട് ഫ്ലാറ്റും എടുത്ത് എറണാകുളത്തേക്ക് താമസിക്കാൻ വിടുന്ന ഇവളെ തള്ളയെ പിടിച്ചു നിർത്തി പ്ലാച്ചെന്ന് പൊട്ടിക്കണം. ഈ അലവലാതി തള്ളകൾക്കാണ് ഇങ്ങനെയുള്ള മക്കൾ പിറക്കുന്നത്. മനസ്സിലായോ? എരണം കെട്ട മൂദേവികൾക്കാണ് ഇതുപോലത്തെ മക്കൾ പിറക്കുന്നത്. ഇനി ഫസ്മിന് കരഞ്ഞ് മെഴുകി വീഡിയോ ഇടും സിമ്പതി പിടിച്ചു പറ്റാൻ. അത്രയേ ഉള്ളൂ. ഞാൻ അന്തം വിട്ടുപോയി. അവിഹിതം, അതായത് ലല്ലുവിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അനന്തുമൊക്കെ നന്ദുവിനെയാണ് എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആ വിഷയം എടുത്തില്ല, കാരണം എനിക്ക് ലല്ലുവിനെ അറിയത്തില്ല. നമുക്കറിയാത്തൊരു സബ്ജക്റ്റ് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ചിലപ്പം ഇവരൊക്കെ എറണാകുളം ബേസ്ഡ് ആയതുകൊണ്ട് പലരുമായിട്ടൊക്കെ ഇൻഫർമേഷൻ വന്നിട്ട് പിന്നെ നമ്മുടെ സായിക്കായിരുന്നാലും സീക്രട്ട് ഏജന്റിനായിരുന്നാലും മറ്റേ കൊച്ചിൻ്റെ പേരെന്താണ്, അത് മറന്നുപോയി, ഹെൽനോസ് പാട്ടയ്ക്കായിരുന്നാലും ധന്യയ്ക്കായിരുന്നാലും ഇൻഫർമേഷനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതായിരിക്കും അവരൊക്കെ വന്ന് അതിനെപ്പറ്റി പറയുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു വലിയ വിഷയത്തിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നല്ല. എത്രയോ വലിയൊരു കാര്യമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. ചേച്ചി പ്ലീസ്, സിദ്ധു ജോബ് ബ്രോൺ ഒരു റൈഡ് കൊടുക്കാവോ പ്ലീസ്? എന്നുവെച്ചാ ഇവരുടെ വീട്ടിലുള്ളവരെ സമ്മതിക്കണം. മക്കനെയാണെന്നാണ് ഒരു കുഴപ്പവുമില്ല എന്നാ അതാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പം ഈ നമ്മളിപ്പം പല കമ്മ്യൂണിറ്റിയും പറയും, ഇപ്പം ബ്രാഹ്മണ സമൂഹം, അവിടെയുള്ളൊരു കുട്ടിയെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകും. കാരണം അവരൊരു ഭയങ്കരമായിട്ടൊരു സീരിയസ് ആയിട്ടുള്ള ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയാണത്. അതേപോലെ ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർ ഭയങ്കര പ്രശ്നമാണത്. അവിടെയുള്ളൊരു കുട്ടി ഇതുപോലെ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ പറയുന്നതെന്ന് നോക്ക്. ആരാ പറയണേ? ഞാനാ പറയണേടി. എനിക്കെന്തായാലും ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഒന്നും ഇല്ലടി. ഞാൻ ഐപ്പിള്ള് കഴിക്കേ ഗർഭം അലസിപ്പിക്കേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലടി. അതറിയത്തില്ലേ? നിന്നെയൊക്കെ പോലുള്ള നാറികളാണ് അവളെ സപ്പോർട്ട് ചെയ്യണത്. നിനക്കൊക്കെ ഇതുപോലെ പിഴച്ച് നടക്കണം. അങ്ങനെയുള്ള പിഴകളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുണ്ട്. ഏത് വിഷയം നമ്മളെടുത്താലും അപ്പോഴും വരുമല്ലോ പിഴച്ച കുറേ ജന്തുക്കൾ. ഞാനിപ്പോൾ ഒരു 2024 വരെ ഞാൻ ആക്റ്റീവായി നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് എത്ര പേരായിരുന്നു? 500ഓളം പേര് വരുന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിനകത്തിരുന്ന് എൻ്റെ തുണിയില്ലാത്ത പിക്ചർ ഷെയർ ചെയ്ത് അങ്ങനെ ആസ്വദിച്ച് എന്നെ തെറി പറഞ്ഞ ടീമുകളാണ്. അവസാനം അവറ്റകൾ ഒന്നടങ്ങ് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പം ഞാനാണോ ജയിച്ചത് അതോ അവറ്റകളാണോ?
ഞാൻ പറഞ്ഞ കാര്യത്തിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന, ഞാൻ മാറി പറഞ്ഞ, ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ പറയാനുണ്ടാ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാ? അവിടെ ഉണ്ട് ഞാൻ. അല്ല നിന്നെയൊന്നും പോലെ വായ്ത്താളടിക്കുകയല്ല ചെയ്യുന്നത്. തെളിവുണ്ടായിട്ടേ സംസാരിക്കുള്ളൂ, ചുമ്മാ ഇരുന്നോണ്ട് പറയില്ല. പിന്നെ പകുതിയിലേറെ നമുക്കൊരു 6th സെൻസ് വർക്ക് ചെയ്യും. നമുക്കൊരാളെ കാണുമ്പോൾ പിടികിട്ടും ഇത് എവിടം വരെ പോകും എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. വരും ഇങ്ങോട്ട് എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിടും. ചരിത്രം തെളിയിക്കാൻ പറ്റിയ നിന്റെയൊക്കെ അഡ്രസ്സ് ഇട്ടാൽ ഞാൻ സമ്മതിച്ചു തന്നു. നീ പറയുന്നത് ഞാൻ അംഗീകരിച്ച്. എൻ്റെ അഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുകയാണ് ഞാൻ. ഒളിച്ച് താമസിക്കുകയല്ല. ഒരു ഒളിവും മറയൂല്ല എനിക്ക്. എന്തെങ്കിലും അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, ഇടം വേറെയാണേ. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ എടുക്കത്തില്ല. പലരും പലയിടത്ത് ഇരുന്നുകൊണ്ട് പല കൊണയും പറയുന്നതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ചാനൽ ഇത് അയാൾ പറയണത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കൂടെ നിന്നിട്ട് ചതിച്ചു എന്ന്. അയ്യോടാ നാറി, നീ ഇനി ജന്മകാലത്ത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട നിന്റെ ഒപ്പം ഞാൻ വന്ന് നിൽക്കുമെന്ന്. എന്തെങ്കിലും ഒരു അവസ്ഥ കെട്ട് നീ എന്നെ വിളിച്ചാൽ എൻ്റെ ഫോണിൽ നിന്നെ ഞാൻ ബ്ലോക്കും ചെയ്യും, പട്ടിന്ന് വിളിക്കുകയും ചെയ്യും. അത്രയ്ക്ക് വെറുപ്പും അറപ്പുമാണ്. കാരണം ഒരു വിഷയം നടക്കുമ്പോൾ 2 വശം കേൾക്കണം. അപ്പുറത്ത് എന്താ പറയാനുള്ളതെന്ന് പോലും കേൾക്കാനുള്ള സാവകാശം ഇല്ല. നിനക്ക് തോന്നിയ വാസം നീ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ചാനൽ കാണുന്നവർ എന്നെ കാണാൻ വരണ്ട, മനസ്സിലായില്ലേ? ആ ചാനൽ കാണുന്നവർ എന്നെ കാണാൻ വരണ്ട. അവന്റെ ചാനൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആ ചാനൽ തൂക്കി എടുത്തു കൊടുത്തന്നെ നന്ദിയാണ് ചെയ്യുന്നത് ആ ചെറുക്കൻ. അവനെ പോലെ ഒരു നന്ദി കെട്ട മൃഗം ഞാൻ വേറെ കണ്ടിട്ടില്ല. നന്ദി, അതിപ്പോ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഏത് നായ്ക്കളെ നമ്മൾ സംരക്ഷിച്ചാലും, ഏത് നായ്ക്കൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് പറഞ്ഞാൽ ആ നായ്ക്കൾ തിരിഞ്ഞ് നമ്മളെ കുരയ്ക്കുകയോ കടിക്കുകയോ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആ റിഫയ്ക്കും ഇതുപോലെ മാറിപ്പോയാൽ മതിയായിരുന്നു, മരിക്കേണ്ടായിരുന്നു. സത്യം കേട്ടോ. പക്ഷേ നോക്ക്, ഇതാണ് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് വരും. അത് ഫേസ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തത്, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, സഭയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബാക്കി എല്ലാം വിട്ടിട്ട് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുക, നിലകൊള്ളുക. കാരണം ബാക്കി ഇനി ഫ്യൂച്ചർ പ്ലാനിലൊന്നും ഞാനില്ലേ. ഞാൻ ഈ ഒരു വിഷയത്തിൽ മെഹനുവുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ അവളെ സഹായിക്കുക, അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഫിനാൻഷ്യലി സ്ട്രെങ്തൻ ആക്കുക. ആ കുട്ടി രക്ഷപ്പെടട്ടെ. നമ്മളൊരു പെൺകുട്ടി മരിച്ച ശേഷം #ഇട്ട് നിലവിളിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് അവൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതൊരു കോമൺ സെൻസ് ആണ്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടതലയായിട്ട് ഇരുതല മൂഴിയായിട്ട് ഇവൾ വന്ന് നിന്നിട്ട് ഇവളെന്താ പറഞ്ഞേ, ഞാൻ അവനെ അടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഇപ്പം ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഒരു കേസുമായിട്ട് നമ്മൾ പോകുന്നു. ഒരാളും ചെന്നുടഞ്ഞ കേസെടുക്കൂല, ഒരാളും ചെന്നുടഞ്ഞ കേസെടുക്കത്തില്ല. ഈ അടിപിടി കേസിൽ പോലീസ് അപ്പുറത്ത് നിൽക്കുന്നവരുടെ സംസാരം പോലും ഇല്ലാതെ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇൻറ്റിമേഷൻ കൊടുക്കും. എവിടുന്ന്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ ലെറ്റർ അയക്കും. അതിൽ കേസ് എടുത്തേ പറ്റുള്ളൂ പോലീസ്, അത് എടുക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം കൈയൊടിയുക, കാലൊടിയുക, ദേഹോപദ്രവം, ഈ റിപ്പോർട്ടുകൾ പോലീസ്, അതും സർക്കാർ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനായ ഡോക്ടർ വെരിഫൈ ചെയ്ത ഒരു സംഗതിയാണ് പോലീസിലേക്ക് പോകുന്നത്. അതിൽ കേസെടുത്തില്ലെങ്കിൽ പോലീസിന് പണി കിട്ടും. അതുകൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെന്ന് ആ പയ്യന്റെ ദേഹത്തുള്ള പരിക്കുകൾ അവിടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് ഇവള് പറയണേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കൊള്ള കേസാണ്. അയ്യോടി കൊള്ള കേസ്. ചേച്ചിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടതാണ്. എന്ത് രേണു സുധി സംഗി ഗുണ്ട വിഷ്ണു വാണം പ്രശ്നം എന്താ വിഷയം ചേച്ചി? അവൻ പ്രശ്നമാണോ? അത് ഞാനേ ഈ BJPയുടെ ഇവിടുത്തെ പിന്നെ അവിടെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു, അവരുടെ അടുത്ത് സംസാരിക്കാമെന്ന് വെച്ചു. കാരണം കുറേ നാളുകളായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയോ തട്ടിപ്പ് നടത്തി, ഏതോ ഒരു സലീമിന് ഞാൻ പണം കൊടുത്തു, പൈസ വാങ്ങിയിട്ട് ഞാൻ മൊബൈൽ കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, ഇങ്ങനെ കുറേ അലിഗേഷൻസ് എനിക്കെതിരെ പറയുന്നുണ്ട്. മനസ്സിലായ? എൻ്റെ പേര് പരാമർശിച്ചിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് പിന്നെ ആദ്യം നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവർ പറഞ്ഞു ഇതിവിടെ എടുക്കാൻ ഒക്കത്തില്ല, സൈബറിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സൈബറിൽ കൊടുക്കാതെ SP ഓഫീസിൽ പോയി പറഞ്ഞു. അപ്പോൾ SP പറഞ്ഞു ഞങ്ങൾ അന്വേഷണ വിധേയമാക്കിയിട്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് വീണ്ടും അവൻ വീഡിയോ ഇട്ടു. അപ്പോൾ സെയിം തിങ് ഞാൻ SP ഓഫീസിൽ പോസ്റ്റൽ അയച്ചു കൊടുക്കണം. ഞാൻ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവർക്കിടെ എല്ലാവർക്കും എതിരെ കൊടുത്ത പേപ്പേഴ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ചൊരു CMB ഇട്ട് കൂട്ടത്തോടെ നല്ലൊരു കേസ്, അത് നല്ലൊരു വക്കീലിനെ കണ്ട് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ തുണിയില്ലാത്ത ചിത്രം പ്രചരിപ്പിക്കൽ, ഈ തോന്നിവാസ തൻ്റെയുടെ വർത്തമാനം പറച്ചിൽ, ഇല്ലാത്ത കള്ളക്കേസ് എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കൽ, ഇതൊക്കെ അങ്ങ് തീരും. ഞാൻ ഇതുവരെ ഒരു ഫോർജറിക്കും പോയിട്ടുള്ള വ്യക്തിയല്ല. ഒരാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് കൊടുക്കില്ല എന്ന് പറയുകയോ ഒരു മോശടിക്കോ ഞാൻ ഇന്നവരെ പോയിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അന്നും ഇന്നും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്.
അപ്പോൾ അവൻ സ്ഥിരമായിട്ടിരുന്നുകൊണ്ട് പോക്കൃത്തരം എഴുതിയിടുമ്പോൾ ആ ബന്ധമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ ശത്രുക്കളെല്ലാം ഇപ്പോൾ രേണുവിന് സപ്പോർട്ട് പറയുന്നു. സപ്പോർട്ട് പറഞ്ഞവളുമാർക്ക് ഞാനൊരു വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. നല്ല വീഡിയോയാണ്. അവളുമാരുടെയും ക്യാരക്ടർ അതാണ്. രേണുവിന് സപ്പോർട്ട് പറഞ്ഞ ഓരോ കൂത്തികളുടെയും ക്യാരക്ടർ എന്താണെന്ന് രേണു കാണിക്കുന്ന ആ പ്രൈവറ്റിൽ കാണിച്ച സാധനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഹലോ, നായ്ക്കൾ ഒരിക്കലും അങ്ങനെ ചില മനുഷ്യമൃഗങ്ങളെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് എഴുതിയിട്ടോ. ഇതെന്തുവാ ഇത് റിപ്പീറ്റ്. സഹോദരി, നിങ്ങളെ ഒരുപാട് ഇഷ്ടം, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ചേച്ചിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടതാണ്. അവൻ പ്രശ്നമാണോന്നല്ല, അവനെ എന്താണ്ട് ഇപ്പം നമ്മൾ പിന്നെ നെജിലയുടെ മറ്റേ ഇപ്പോൾ ഉള്ള വെച്ചിരിപ്പുകാരനിക്ക് കൊടുത്തില്ലേ, അതുപോലെ ഒരു ഇൻഡാസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവും. കയ്യിലോട്ട് സാധനം കിട്ടുമ്പോൾ പിടികിട്ടും. ഞാൻ തിരിച്ചു പറയത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അതെൻ്റെ അടുത്ത് പോലീസ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ആൻസർ ചെയ്താൽ ഞങ്ങൾ കേസ് എടുക്കത്തില്ല. അതെനിക്ക് അവർ തന്ന സ്ട്രോങ് ഇതാണ്. നിങ്ങൾ ആൻസർ ചെയ്യാനേ പാടില്ല, മിണ്ടാനേ പാടില്ല. നിങ്ങൾ ഈ സാധനം കൊണ്ട് തരിക, ഞങ്ങൾ ഇതിന് ആക്ഷൻ എടുത്തിരിക്കും 100% എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ നിയമവ്യവസ്ഥ വിശ്വസിക്കുക. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പം ജാമിതയ്ക്കെതിരെ, ജസ്നയ്ക്കെതിരെ, ജസ്നയുടെ കൂടെയുള്ള അരുണിനെതിരെ ഒക്കെ പോലീസ് കേസെടുത്തത്. അതൊക്കെ മിനിറ്റ് കൊണ്ടാണ് അവരെടുത്തത്. അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ കേസെടുക്കും. പ്രത്യേകിച്ച് ഞാൻ പോയി പറഞ്ഞാൽ എടുത്തു തരും. കാരണം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അതാണ്. ഞാൻ പോയി പറഞ്ഞാൽ അവരെടുത്തിരിക്കും, എനിക്ക് ഉറപ്പാണ്. എല്ലാത്തിനും തെളിവും കൊണ്ടുവരുന്ന ഫസ്മിന സക്കീർ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കില്ല, മിണ്ടൂല? ഹായ് ചേച്ചി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ റോബിൻ അഖിൽ entering politics? Also the likes of Verma Nair and Lakshmi Priya do more political coverage of coming months. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനിട്ടല്ലേ, ഞാൻ ലൈവിലല്ലേ. ഇപ്പം നിങ്ങൾ ലൈവല്ലേ കണ്ടോളൂ. നിങ്ങൾ എൻ്റെ വീഡിയോസും കൂടെ കാണുക. ഞാൻ വീഡിയോസിൽ ഇപ്പോൾ കൂടുതലും മറ്റ് വിഷയങ്ങൾ എടുക്കുന്നതിന് പകരം ഞാൻ പൊളിറ്റിക്സ് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് യു ആർ നോട്ട് വാച്ചിങ് ഇറ്റ്, വാട്ട് ടു ഡു? ആരും കാണുന്നില്ല. ഞാനത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ബേസിക്കലി കുറേ വീട്ടമ്മമാരാണ് എൻ്റെ ഒരു വ്യൂവേഴ്സ് എന്ന് തോന്നുന്നു. അവർക്ക് പൊളിറ്റിക്സിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല, അതായിരിക്കാം. പക്ഷെ ഞാൻ പൊളിറ്റിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്. അത് നോക്കിയാൽ മനസ്സിലാകും. താങ്ക് യു ലൈക്കിന്. താങ്ക് യു. നമ്മളൊരു കുട്ടി മരണപ്പെട്ട ശേഷം അവൾക്ക് വേണ്ടി ഹാഷ്ടാഗ് ഇട്ട് നിലവിളിക്കുന്നതിൽ കാട്ടി എത്രയോ ബെറ്ററാണ് നമ്മളടുത്ത് ഒരു റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കുക. ഇത്രയും ദിവസം റിഫ കുഴപ്പം, റിഫ വേശ, റിഫ മോശപ്പെട്ട സ്ത്രീ, റിഫ കൊള്ളത്തില്ല, എന്തോരം അന്യായ വർത്തമാനമായിരുന്നു ആ പാവപ്പെട്ടവളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവള്. സത്യത്തിൽ അവളല്ലേ കുഴപ്പം? സെക്സ് മാനിയാക്ക്. എനിക്കറിയാൻ പാടില്ല. അനന്തുവിൻ്റെ വീഡിയോ പോയി കാണുക, നിങ്ങൾക്ക് അതിനകത്തുണ്ട്, കൃത്യമായിട്ട് സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. രേണുസുന്ദി എന്ന വടവിൽപ്പനക്കാരിയുടെ നുണകഥകൾ, സജിന എന്ന കള്ളിയുടെ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം. ഫുൾ സപ്പോർട്ട്. യാഷിക, ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ അങ്ങനെയായിരിക്കണം. അല്ലാതെ ഞാൻ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ഉണ്ടാക്കാൻ നടക്കുന്നവർ എന്നെക്കാൾ വലിയ ഫ്രോഡായിരിക്കും. അതാണ് മനസ്സിലാവേണ്ടത്. പിന്നെ സഫയുടെ ജഡ്ജ് ചെയ്യാൻ ഒരു റൈറ്റുമില്ല. സത്യം അതല്ലേ? അത് നമ്മളാണ് അവളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്കത് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് കള്ളിക്ക്. കറക്റ്റ്. എന്നാലും എൻ്റെ കൊച്ച, നീ എനിക്കതുകൊണ്ടൊന്നും തന്നില്ലല്ലോ, കഷ്ടമായിപ്പോയി കേട്ടോ. വല്ലാത്തൊരു നഷ്ടബോധമുണ്ട് സത്യമായിട്ട്. എനിക്ക് ഇത്രയും 2 ദിവസമായിട്ട് ഇത് നടക്കണ്. ഇത് 2 days ബിഫോർ അവനിട്ട പോസ്റ്റാണ്. അപ്പം ശരി, ഞാൻ വേറൊരു സാധനം കാണിക്കാം. ഇല്ല, ഒരു മിനിറ്റ്, സൗണ്ട് ഒന്ന്.
അങ്ങ് ഇറങ്ങി പുള്ളിക്കാരത്തി. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ അകത്ത് പ്രൈവറ്റ് വീഡിയോസ് ആണേ. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഇമാതിരി ഒരു ചെറ്റത്തരവും കൊണ്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതെന്താണ് അവളുടെ ഉദ്ദേശം നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ലേ? നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. കൊച്ചെന്താ വിളിക്കുന്നത്? ഹലോ, ചേച്ചി കമൻറ്റ് സ്പാം ചെയ്യുന്നവരെ എടുത്ത് കളയാവോ? അതാരാ? നീ ഉറങ്ങ എങ്ങോട്ട്? ആണമില്ലാത്ത സ്ത്രീ. ഡയറിയെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. പറയൂല, ഡയറിയെ കുറിച്ച് പറയത്തില്ല. ലൈവിൽ ഇപ്പോഴും വരാറുണ്ടോ മിടുക്കി? അതിനുള്ള കട്ട്സൊക്കെ ഉണ്ടോ? എന്തൊക്കെയോ കുറേ ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇടുന്നിട്ട് കുറേ കാര്യം പറയുന്നുണ്ട്. ഇനി ഈ ഇലക്ഷൻ തീരുന്നത് വരെ ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മൾ വേറൊരു വിഷയം എടുക്കാനും ഒക്കത്തില്ല. എന്നാലും ഞാൻ അറിഞ്ഞ വിഷയം ഞാൻ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ചേച്ചി എന്താ സെയിം പ്ലേസ് എവിടെയാ? എംആർഡിയാണോ? കുട്ടി മാരീഡാണോ എന്നാണ്. കുട്ടികൾ എത്ര ഉണ്ട് ചേച്ചി? ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവിൽ ചേച്ചി. ഓ, എന്നെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. കൊച്ചറിഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയാനും ഒത്തിരി. എന്തായാലും മാരീഡാണ്, അത്യാവശ്യം പ്രായവുമുണ്ട്. കൊച്ചു വേറെ സ്ഥലം നോക്കാൻ നോക്കുക. കമൻറ്റ് സ്പാം ചെയ്യാൻ ഇവിടെ എനിക്ക് അങ്ങനെ അധികമായിട്ട് ആരും പിന്നെ ഇതില്ല, മോഡറേറ്റേഴ്സ് ഒന്നുമില്ല. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നുള്ളത് ഷാജിയാണ്. ഷാജിയും അമ്മയും ഒക്കെയാണ്. അമ്മ ഇതിനകത്തില്ല. കുട്ടികൾ എത്രയുണ്ട്? 15 പേരുണ്ടടാ. 15 ഉണ്ട്. ഇപ്പം 16ാമത്തെ ഗർഭിണിയാണ്. ഹായ് റമീസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്.
അത്യാവശ്യം നിങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു പേഴ്സണൽ വ്ലോഗിംഗ് ഒന്നുമല്ല നടത്തുന്നത്, പേഴ്സണൽ സാധനങ്ങളൊന്നുമല്ല ഞാൻ പബ്ലിക്ക് കൊണ്ടുവന്നിരുന്നത്. ഇതിനെന്തിനാ അതൊക്കെ കേൾക്കാനായിട്ട് വന്ന് തള്ളിക്കൊണ്ടുവരുന്നത്? ഓൺസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയത്തില്ലേ? പിന്നെ റിപ്പീറ്റഡ്ലി ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? കേട്ടില്ലേ? മതിയായില്ലേ? ഇനി പോയാച്ചേ പോയി സ്ക്രോൾ ചെയ്യും, അടുത്തത് വരും. എന്തോ നിമിഷം അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്, കക്ഷം കാണിക്കുന്നുണ്ട്. ചെന്ന് അവിടെ പോയിരുന്ന് വായി നോക്കിയിരി. ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല, സമയമില്ല, തീർത്തും താല്പര്യമില്ല. പോകാൻ നോക്ക്, സ്ഥലം കാലിയാക്കും, ഓടി രക്ഷപ്പെട്ടോ, അതാ നല്ലത്. ഓരോ കൊണയും പറഞ്ഞുകൊണ്ട് വന്നോളൂ ഓരോന്ന് അലവലാദികൾ. നിഷാന ലെവലിലേക്ക് താഴ്ന്ന രേണു കുണി ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമോ എന്തോ? അല്ല, അവർക്കത് ന്യായീകരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ലല്ലോ. അവൾ അതിനകത്താണ് നിൽക്കുന്നത്. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം 24കാർ മനസ്സിലായല്ലോ അവൾ ഏത് ലെവലിലാണെന്ന്. എന്തിനാണ് ഈ നാട്ടുകാരൊക്കെ സഹായിച്ചത് അവളെ? അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകരുത്, ഇമാതിരി ഒരു പരിപാടിയിലേക്ക് ഈ തൊഴിൽ അവൾ ഇറങ്ങരുത്. ഇത് നിർബന്ധമായ ആൾക്കാരല്ലേ അവൾക്ക് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവൾ ആ തൊഴിലിൽ തന്നെ പോയി ഇറങ്ങിയെങ്കിൽ ആരെയാണ് അവൾ അവമാനിച്ചതെന്ന് മാത്രം മനസ്സിലാക്കുക. മനസ്സിലായോ? ഇത്രയും വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പെണ്ണ് നമ്മൾ എന്തുകൊണ്ടാണ് എതിർത്തെന്ന് പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും വന്നിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ, ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ല എത്ര മെസ്സേജുകൾ. അപ്പം മെസ്സേജുകൾ കാണുമ്പോൾ സൗണ്ടില്ലേ ഷാജി? ഞാൻ ഷാജി പാപ്പൻ്റെ നാട്ടുകാരനാണ്. എന്താ കാര്യം? പാപ്പാനെ ഇറക്കണോ? വേണ്ട. എന്തിനാ? എനിക്ക് ഗുണ്ടകളെയൊന്നും ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം എനിക്ക് തന്നെ നല്ല നാക്കുണ്ട്, എനിക്ക് പറയാനറിയാം. പക്ഷേ പാറശാലയിൽ ഒരു ഗുണ്ടയുടെ ആവശ്യം എനിക്കുണ്ട്. അത്യാവശ്യം ചില ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും എടുക്കാനും പാറശാല വരെ ഞാനൊന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യുക. 100% എനിക്ക് അവിടെ ഒന്ന് വരേണ്ട ഒരു അത്യാവശ്യ ഘട്ടമുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. അനന്തപുരിയാണേ. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. എൻ്റെ ഉപ്പായും ഉമ്മായും ഇവിടെ ജനിച്ചതാണ്. അവരുടെ ഉപ്പായും അവരുടെ ഉമ്മായും ഒക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. എൻ്റെ ഉപ്പാടെ ഉമ്മായും ഉമ്മാടെ ഉമ്മായും ഉമ്മാടെ ഉപ്പായും ഉപ്പാടെ ഉപ്പായും ഒക്കെ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. തിരുവനന്തപുരം ബേസിക്കലി ഒരു 5-6 തലമുറ ഞങ്ങളിവിടെ ഉള്ളവരാണ്. ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിക്കയറി വന്ന് ഇവിടെ താമസിക്കുന്ന വരത്തരോ അങ്ങനെ യാതൊന്നുമില്ല. ലോകം മുഴുവൻ നമ്മുടെ തന്നെ. പക്ഷേ എന്നാലും അഭിമാനത്തോടു കൂടി ഞാൻ പറയും ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. എന്തുകൊണ്ട് തിരുവനന്തപുരം എന്നറിയാമോ? ഇന്നലെ ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നതാണ്, ഇവിടെ നമ്മളെല്ലാവരും മോനെ മക്കളെ എന്നൊക്കെയാണ് വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടി ഒരു ഓഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സത്യമായ കാര്യമാണ്. ഞാനിപ്പോൾ കോട്ടയത്തേക്ക് പോയ സമയത്ത് ഞാൻ അങ്ങനെ മോളെ എന്ന് വിളിച്ചാൽ ഞാൻ എല്ലാവരെയും സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഇവളൊക്കെ വിചാരിച്ചത് അതെന്താ അങ്ങനെ വായരുമേ? ഞങ്ങളങ്ങനെ വായരുമയുള്ളവരാണ്. ഞങ്ങളുടെ ശീലം അതാണ്. നമ്മൾ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഞെക്കിക്കൊല്ലും. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. മനസ്സിലായോ? അതങ്ങ് പാറശാല സൈഡിലോട്ടുള്ള മലരേക്ക് മനസ്സിലാവത്തില്ല. പ്രോപ്പർ തിരുവനന്തപുരം ആയിരിക്കണം, തന്തയ്ക്ക് പറക്കണം, നല്ല കുടുംബത്തിൽ ജനിക്കണം, അന്തസ്സുള്ള ഗർഭപാത്രത്തിൽ ജനിക്കണം. അങ്ങനെ ജനിച്ചതായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ ഏതൊക്കെ ഡീൽ ചെയ്യണമെന്ന്. പിന്നെ വെല്ലുവിളികൾ, ഈ എന്താ പറയണേ, പിന്നെ എന്താ പറയണേ, ഈ ഒരു പ്രത്യേക സാധനം ഉണ്ടല്ലോ, എന്താ ഭീഷണിയാണെന്ന്. ഭീഷണി നിൻ്റെ അച്ഛനും കൊണ്ട് കുറയുന്ന 6 ലെവലത് ചുണയുണ്ടെങ്കിൽ നീ നേരിട്ട് വാ, അല്ലെങ്കിൽ നീ നിൻ്റെ അഡ്രസ്സ് ഇട്, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി അങ്ങോട്ട് വരാം. മനസ്സിലായ? അപ്പോൾ ഈ വല്ലവനിക്കും പൂള കൊടുത്ത് ആ പൂള നക്കി തിന്നിട്ട് അതിൻ്റെ നന്ദി കാണിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് നിനക്ക്. അത് വെച്ചിട്ട് നീ ഷെഫീനായെ കാൽക്കുലേറ്റ് ചെയ്യാനും ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരരുത്. മനസ്സിലായ? നല്ല സാധനം ഞാൻ അങ്ങോട്ട് തരും. നീ കണ്ട ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. ഇത്രയും കാലമായിട്ട് 10-18 എണ്ണം ഒന്നിച്ച് നിന്ന് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട്, അതും സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് കൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ളത്. മനസ്സിലായ? പാപ്പ കൊച്ചണലിയെ പാപ്പ പടാർന്നു. എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടേ. ഒരു അലവലാതി പെണ്ണ് പിന്തുടർന്ന് പോക്കർത്തരം പറയുകയാണ്. അവളാണെങ്കിൽ ഇതേ ഈ വടയക്ഷിയുടെ വട വിൽക്കുന്ന കൂട്ടായ്മയിലുള്ള അലവലാതിയാണ്. വടക്കൂട്ടായ്മ. അവളെ അവിഞ്ഞ ഡയലോഗും അവളുടെ
മൊത്തം നുണച്ചികൾ അല്ലേ. ഞാൻ വടവിൽപ്പനയ്ക്കാണ്. വയറ് കണ്ട 4 പ്രസവം കഴിഞ്ഞതാ. എന്നിട്ട് അത് ഭയങ്കര തമഞ്ഞയാണെന്നാ വിചാരം. കുറച്ചുകൂടെ ഇറക്കടി, മൊത്തത്തിൽ ഊരിയും കളയടി അലവലാതി. എജാതി സാധനമാണെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. എവിടെയും പ്രശ്നം. ഞാൻ വിചാരിച്ചു എൻ്റെ ലൈവിൽ മാത്രമാണെന്ന്. ആണോ ജീന? റണാസുന സ്വയം സെലിബ്രിറ്റി എന്ന് വിളിക്കുമ്പോൾ നാണക്കേട് തോന്നും. എന്തിനി? അവൾ സെലിബ്രിറ്റി തന്നെയല്ലേ, സെലിബ്രിറ്റി തന്നെയാണ്. നമ്മൾ പറയത്തില്ലേ നമ്മൾ സ്ത്രീകളാണെന്ന്? അമരാവതിയിൽ കയറി പോകണം, അമരാവതികളും പറയും അവർ സ്ത്രീകളാണെന്ന്. ഡിഫറൻസ് എന്തുവാ? ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മഞ്ജു പത്രോസാണ് അവർക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് ആ ധൈര്യം പോലും ഇല്ല. കാരണം അവരിത് അംഗീകരിക്കുന്നുണ്ട്. മഞ്ജുവിന് അത് അംഗീകരിക്കാൻ പറ്റാത്ത, മഞ്ജു ആ ഫീൽഡിൽ നിൽക്കുന്നവളും അതുപോലെ വൃത്തികേട് കാണിക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് മഞ്ജുവിന് അത് അംഗീകരിക്കാൻ പറ്റാത്ത. ഒരു സാധാരണ സ്ത്രീയായിട്ട് ജീവിച്ച് മുന്നേറി വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് മഞ്ജു പത്രോസ് അതിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത്. അവർക്ക് നന്നായിട്ട് നല്ല ബോധമുണ്ട് എന്താ പറയണേ എന്നുള്ളത്. ഇത് അങ്ങനെയല്ലല്ലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ വടയും തൊടയും കാണിക്കുക, അതിൽ കൂടെ പണം ഉണ്ടാക്കുക, അത് വെച്ച് തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ. ഇതിൽ പെട്ടത് ആരാണെന്ന് അറിയാമോ? ഇത് പെട്ടത് വിശപ്പ. നല്ലൊരു കൊടുപ്പുകാരിക്കാണ് അങ്ങേര് പറമ്പ് കൊടുത്തത്, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങേർക്ക് നമുക്ക് അക്ഷരം തെറ്റാതെ ആ പേര് വിളിക്കാമല്ലോ. എവളെ കൂട്ടുകാരികളൊക്കെ വിളിക്കുന്ന പേര് വിളിക്കാം. അതിനുള്ള യോഗ്യത അങ്ങേർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവക്ക് വീട് കൊടുത്തതിൽ. അയാൾക്ക് അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അയാളും അത് സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ അർത്ഥം. മുഹമ്മദ് സഹാൽ, നീയോ? എടാ, നിന്റെ ഉമ്മ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. നിന്റെ ഉമ്മയും നിന്റെ പെങ്ങളും നിന്റെ മോളും നിന്റെ ഭാര്യയും ഉൾപ്പെട്ട ഈ ബിസിനസ് സംഘത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പഴക്കമില്ലടാ. നിന്റെ ഉമ്മച്ചി പഞ്ചായത്ത് കക്കൂസ് പഞ്ചായത്തിന് വിരിച്ചു കൊടുത്ത് നിന്നെ ഉണ്ടാക്കിയതുപോലെ അല്ല എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞാൽ നല്ല പോലെ അത് അന്തക്കി എനിച്ചോളാടാ ഞാൻ. അല്ലാതെ നിന്നെ പോലെ 16 എണ്ണത്തിന് ഉണ്ടായതല്ല. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും നീ തെറ്റിത് പോലും ധരിക്കേണ്ട. അല്ലെങ്കിൽ അഡ്രസ്സ് പറയണം, നീ അവിടെ പോയി അന്വേഷിച്ചിട്ട് പറഞ്ഞെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങളുടെ ലൈഫ് ഹിസ്റ്ററിയിൽ? ഇല്ലല്ലോ. മമ്മൂഞ്ഞ് ഇവിടെ വന്നിട്ട് കൊണവണ പറയല്ലേ. നിമ്മി വിനേഷ്, സുഖം. വട കൂട്ടായ്മയുടെ പ്രസിഡന്റ് സജിന ആണെന്ന് തെളിയിച്ച കേസല്ല. മഞ്ജു പത്രോസ് ഇന്നും എടുത്ത് കലക്കിയിട്ട് ആണോ? ഞാൻ കണ്ടില്ല കേട്ടോ. അവൾ ശരിക്കും അത് പറയുന്നുണ്ട്. കാരണം അവൾക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്നുള്ള ഒരു നരേഷൻ ആ പെണ്ണ് കൊണ്ടുവരുന്നുണ്ട്. അത് അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിലായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. വേറെ എത്ര സെലിബ്രിറ്റികൾ ഇവിടെ ഉണ്ട്? ആരെങ്കിലും വായി തുറക്കുന്നുണ്ടോ? ഇവിടെ പിന്നെ സണ്ണി ലിയോണിന് ഫാനുള്ള നാട്ടിലല്ലേ. തീർച്ചയായിട്ടും അവൾ എന്താ കാണിക്കാൻ പോണേന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യും. ആ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയായിട്ട്, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയായിട്ട് നമ്മൾ അവളെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവളെ കൺസേൺ ചെയ്യുന്നു. അവളങ്ങനെയല്ല. അവൾ കൺസേൺ ചെയ്യുന്ന തന്നെ വിൽക്കാനുള്ള നല്ല 1-ാം തരം മുതലായിട്ടാണ് അവൾ കണക്കാക്കുന്നത്. ഈ ഹോൾ ചുരുങ്ങുകയോ അല്ലെങ്കിൽ ഹോളിൽ നരബാധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീരാവുന്ന കുത്തിക്കഴപ്പേ ഇതേ ഉള്ളൂ. എന്നും ഇതൊന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ പുഴുക്കും. അപ്പോൾ ഈ പുഴു വരുമ്പോൾ മനസ്സിലാവും, അയ്യോ അന്ന് ഇത് ചെയ്തതിൻ്റെ കുറ്റമാണെന്ന്. ഹായ് ഷെഫി. ഹായ് അമ്മ. ഓക്കെ. സാരല്ല അമ്മ, സാരല്ല. അമ്മ പിന്നെ കണ്ടാൽ മതി. ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തിടും. അമ്മ പിന്നെ കണ്ടാൽ മതി. സീരിയസ് ആയിട്ടൊന്നുമില്ല അമ്മ. ഞാൻ ജസ്റ്റ് ആ ഫെസ്മിനയുടെ ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. സൈനയും ശ്രീതുവും ചേച്ചി മറ്റ് ജീവിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ചേച്ചിയുടെ ഫോട്ടോ ആണ് തംബ്നെയിൽ വെച്ചത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്തിനാണ്? അല്ലാതെ അവർക്കത് വ്യൂ ആരാണ് കാണാൻ പോകുന്നത്? പിന്നെ എൻ്റെ ഫോട്ടോ വെച്ച് എൻ്റെ കാര്യങ്ങൾ തള്ളിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആളുകൾ കാണാനായിട്ട് അങ്ങോട്ട് തള്ളി കയറിക്കൊണ്ട് ചെല്ലും. അത് മാത്രമല്ല, രേണു സുധി അല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? നമ്മളെ പോലെയാണ്. രേണു സുധി അല്ലാതെ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് അവർ പറയാനുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് രേണു കാണിക്കുന്ന വട ഓക്കെ, രഹന ഫാത്തിമ കാണിക്കുന്ന വട പറ്റൂല. അതെന്തടി? ഇത് ചീഞ്ഞു നാറിയ വടയും അത് നല്ല വടയുമാ? എന്താണ് ഈ വട വ്യത്യാസം? നിങ്ങൾ രണ്ടിൽ ഏതാണ് കണ്ടത്? രണ്ടും കണക്ക് തന്നെയല്ലേ? മോന് കിട്ടിയില്ലേ? കുറച്ചുകൂടെ വേണോടാ.
തൊട്ടിപ്പയിലേ കുറച്ചുകൂടെ വേണോടാ, തൊട്ടിപ്പയിലേ വേണോ? ഉമ്മച്ചി പഞ്ചായത്തിൽ പോയി നിൽക്കുകയല്ലേ, അതെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത്, അപ്പം പോയി വിളിച്ചോണ്ട് പോവാ, വിളിച്ച് വീട്ടിൽ കൊണ്ടുപോടാ. കീറിപ്പോവും, വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജോലിയൊന്നും ചെയ്യാതെ കയറി ഇരുന്ന് തിന്ന് ആ തള്ളയെ കൊണ്ട് ഇങ്ങനെ കൊണ്ടൊന്ന് നിർത്തി അവരെ കൊണ്ടുണ്ടാക്കാതെ നീ അതിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവാ. പുറത്തു പോവാം, പുറത്തു പോവാം. ആ നിക്കറ് ഇതൊന്നല്ല, തവള മോരി ഫാസ്മിനയുടെ കള്ളത്തിരങ്ങ് പൊളിഞ്ഞ അവസാനം. പിന്നെ അല്ലാണ്ട് എത്ര നാള്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നല്ലേ. ആ ഇനി വേറൊരു കോമഡി ഉണ്ട്. അയ്യോ, കോമഡി പീസുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. നജില 3 മാസം എത്ര, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ഉള്ളൂ, ഗർഭം 3 മാസം എന്ന് പറയണേ. എന്തൊക്കെയേ പറയുന്നു. ആ ഇപ്പൊ പുറത്തു പോവാം. വാ. നീ കാട്ടാക്കട എവിടെയുള്ളത്? അത് ഞാൻ കാട്ടാക്കടയിൽ നിന്നുള്ള എല്ലടാ അലവലാതി. സുൽത്താനേറ്റ് മഞ്ചത്തി. ഡേ അവളെ സപ്പോർട്ട് പറയുന്നതിലും പോലെ നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെ നായ്ക്കളെ. ഈ പന്നത്തിയൊക്കെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് നടക്കാൻ നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെ. നിന്റെയൊക്കെ വീട്ടിലുള്ള ഒരെണ്ണം ഇതുപോലെ പോയാൽ നീയൊക്കെ മിണ്ടാണ്ടിരിക്കുവോ? ഇത് ഇച്ചിരി കോമൺ സെൻസ് ഉപയോഗിക്കുന്നടാ, ഒരു അല്പം ഉളുപ്പ്. കഷ്ടം തന്നെ, നാണം വേണ്ടായോ? ഇതിനെയൊക്കെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത്. ആ തുണിയല്ലേ, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒരാൾ ഡ്രസ് കോഡ് ഇടുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്നതിനും കുഴപ്പമില്ല. I'm going out. You are coming? Yeah? Oh. Okay. Ba. Ba. സ്കേർട്ട് എടുത്തിടണം. ഏയ് മല്ല പൂഞ്ചോല. എനി ഡ്രസ് അത് വേണ്ട, അതാണ്ടാ ഓറഞ്ച് അടിയിലുള്ള ഓറഞ്ച്. മറ്റത് അത് തന്നെ, ആ ബ്ലാക്ക് എടുത്ത് തന്നാലും മതി, ആ റെഡ് ആയാലും മതി. എന്തേ കണ്ണനി കറുപ്പ് നിറം. അപ്പൊ ശരി ഗൈസ്, ഞാൻ പുറത്തു പോണു. ടാറ്റാ ബാബായ്. നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം പറ്റുമെങ്കിൽ നമുക്ക് കേട്ടുമുട്ടാം. ഇച്ചിരി പരിപാടിയുണ്ട് ഇവിടെ ഇരുന്നിട്ട്, ഭയങ്കര ബോറടി. ഞാൻ പോയി വായി നോക്കിയിട്ട് വരട്ടെ. എല്ലാവർക്കും വായി നോക്കാം, നമുക്ക് മാത്രം വായി നോക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഐ ഹേറ്റ് ദിസ് stupidity. We'll go out and watch someone. വൈകുന്നേരം എപ്പോൾ ചേച്ചി മീൻ തൂത്തിട്ട് വലിച്ചു കീറി കുടഞ്ഞൊരു ഊലക്കിട്ട് ഞാൻ കണ്ട്. ആളെൻ്റെ അടുത്ത് ചേച്ചി താത്ത ഇതെന്തുവാ താത്ത ഈ കേൾക്കുന്നതെന്ന്. 3 മാസം എടേ, അവള് നാളെ പ്രസവിച്ചാലും പ്രസവിക്കും, പറയാൻ പറ്റത്തില്ല. അയ്യോ, അരങ്ങഴിഞ്ഞ കുറേ പെണ്ണുങ്ങൾ. പെസ്മിന കേസിൽ ഇനിയൊരു ക്ലാരിറ്റിയുടെ ആവശ്യം ആർക്കും ഇല്ലല്ലോ. പെസ്മിന എന്ന് പറയണത് വെറും ഊത്ത സാധനമാണെന്ന് തെളിഞ്ഞില്ലേ? ഞാനിത് തന്നെയല്ലേ പറഞ്ഞത്. നല്ല ഫസ്റ്റ് ക്ലാസ് കോർപ്പറേറ്റ് പ്രോസാണ് ആ പെണ്ണ്, കോർപ്പറേറ്റ് പ്രോസ്. അതിൻ്റെ ഉമ്മായും അതിൻ്റെ സഹോദരങ്ങളും അതിനെ വിറ്റ് തിന്നുന്നതുങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൾഗാരിറ്റി ആ പെണ്ണ് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് വിലക്കാതെ അതിനെ വിളിച്ച് വീട്ടിൽ നിർത്താതെ ഈ കൂത്തിന് അതിനെ അഴിച്ചു വിട്ടിരിക്കുന്നത്. ഭർത്താവ് പിണങ്ങി പോകുന്നോ, ഭർത്താവിന് അവിഹിതം ഉണ്ടാകുന്നോ, അല്ല അവൾക്ക് അവിഹിതം ഉണ്ടാകുന്നൊന്നും പുതിയ കാര്യമല്ല. അതൊക്കെ പബ്ലിക്കിലിട്ട് അതിൽ കൂടെ ഒരു വരുമാനമുണ്ടാക്കി അത് വെച്ച് തിന്നാമെന്ന് അവൾ സ്വപ്നം കണ്ടെടുത്ത് അവൾ എക്സ്പോസ് ആയി. അവൾ ലോകത്തുള്ളവരെ മുഴുക്ക അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ വന്നതാ. സ്വയം എക്സ്പോസ് ആയി ദേ അവിടെ പോയി ഉണ്ടൊഴിഞ്ഞ് ഇരിപ്പുണ്ട്. നാണം കെട്ടുള്ളൂ എടി, പോയി. ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പം നടന്നിട്ടുള്ളത് കേട്ടാ. സംശയമുള്ളവർ അനന്തുവിൻ്റെ വീഡിയോ കണ്ടോ, അത് കൃത്യമായിട്ട് അനന്തു അത് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 days ബിഫോറുള്ള വീഡിയോ ആണേ. അതിനകത്ത് കൃത്യമായിട്ട് ആ പയ്യൻ A to Z ക്ലാരിറ്റിയോടുകൂടി കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വാട്സപ്പിൽ വരുന്ന അപരാധം എടുത്തു വെച്ചല്ല അവൻ പറഞ്ഞിട്ടുള്ളത്. അവൻ അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് അവളുടെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അനന്തു ഫെസ്മിനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു. എന്താ ഈ കുട്ടിക്ക് മനസ്സിലാവാത്തേ എന്നുള്ളത്. ചിലപ്പം നമ്മൾ പറയണ പിടി കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ.
പക്ഷെ ആ പോയിന്റിലേക്ക് വന്നപ്പം ഭയങ്കര സമാധാനം, ഭയങ്കര ഒരു സന്തോഷമാണ് ഫീൽ ചെയ്തത്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് പാട്ടാണെങ്കിലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ആത്യന്തികമായ ഒരു കാര്യം, നമുക്കൊരു പക്ഷം ഉണ്ടാകാൻ പാടില്ല, നമ്മളൊരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല, തെറ്റിനെ നമ്മൾ അംഗീകരിക്കാനോ ശരിവെക്കാനോ പാടില്ല, പക്ഷവാദം നമുക്ക് പാടില്ല. നമ്മൾ അത് കണ്ടാൽ റിയാക്ട് ചെയ്യും. ദ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തവരും നമുക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളവരും ഉണ്ടാകാം. അപ്പോൾ രണ്ടുപേരുടെയും മാനറിസവും രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സും നമ്മൾ ചിന്താധാരയിലേക്ക് വന്നാലേ ഒരു പെർഫോമർ എന്ന നിലയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ അനന്തു വെല്ലി. അതുകൊണ്ടാണ് അനന്തുവിന് ആക്സെപ്റ്റൻസ് ഉള്ളത്. അവൻ നിലനിൽക്കുക. അവനെന്താണ് ആരും അരിയണമെന്ന് വിളിക്കാത്തത്? അവനെന്താണ് ആരും അവനെ ഇൻസൾട്ട് ചെയ്യാത്തത്? നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ആ ചെറുക്കൻ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അതാണ് ക്ലാരിറ്റിയോട് കൃത്യമായിട്ട് അവൻ ആ വിഷയം കൊണ്ടുവന്നിരുന്നത്. അപരാധം പറയുന്ന ചാനലല്ല എന്നുള്ളത്. ഞാൻ അവനെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. ഇപ്പം അതും പറഞ്ഞുകൊണ്ട് വരണ്ട, അയ്യോ ഇതാ അവനെ പുകഴ്ത്തിപ്പോകുന്നത്. നല്ലത് കണ്ടാൽ നമ്മൾ പറയും, അത് ആരായിരുന്നാലും. ഞാൻ അവന് മുട്ട് ലഹളയാണേ, അത് വേറെ കേസാണേ. ഞാൻ കുറേ നേരം ഒരു 5 പ്രാവശ്യം ചിന്നത്താ പറ്റി ഒരു കമൻ്റ് ഇട്ടു, ബട്ട് അത് ഷോ ആവുന്നില്ല. ചിന്നത്തായ എനിക്കറിയത്തില്ല. എന്താ ചേച്ചി ഫസ്മിന ഇഷ്യൂ ഒരു കൺക്ലൂഷൻ വീഡിയോ ഇടാമോ? ഞാനിത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടേക്കാം കേട്ടോ. ആൻഡ് അബൌട്ട് മോണോലിസയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, 3 മിനിറ്റ് ഉള്ളത്. ഞാനത് മോണിറ്റൈസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇട്ടല്ലോ. ഗീര 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 ഗിങ്കിര ഗീര. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ചിര 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 ചിഞ്ചിരാജിച്ച. ഒന്ന് 22-ാം തീയതി ആയോ? ശിവനെ രഥത്തിൽ നാൻ സ്വർഗയാത്ര. മോണലിസയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുട്ടികളെ. മോണലിസയുടെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് കാണുന്നില്ല കേട്ടോ. തിരുവനന്തപുരം വരുന്നവർക്ക് കൊല്ലം വഴിയാണ് വരുന്നത്, മറക്കണ്ട. ഭീഷണി. ഓ അത് ശരി ചേച്ചി. ഷുഗർ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എന്തോ ഒന്നിൽ പ്രസ് ചെയ്തതിൽ ഷെയറിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നിങ്ങളത് ഷെയർ ചെയ്താലും ആരിലേക്ക് എത്തത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പാവില്ലേ ഞാൻ ഇത് ഷെയറൊക്കെ ചെയ്യടേ, കഷ്ടല്ലേ, ഒന്ന് ഉത്സാഹിക്കടേ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ്? പ്ലീസ് നിങ്ങളൊന്ന് അണ്ണ് സബ് ചെയ്തിട്ട് വീണ്ടും സബ് ചെയ്താലും വേണ്ടിയില്ല, ഒന്ന് സബ് ചെയ്യുമോ? സൂപ്പർ. ഓക്കെ, നല്ല കുട്ടികൾ. പാരകെ സബ് ചെയ്തു. താങ്ക് യു കേട്ടോ. സബ് ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോസ് കാണാനായിട്ട്. അതൊരു സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും. എനിക്ക് സങ്കടമായി ഞാൻ മാറിയിരുന്ന് കരയും. നീ എന്നെ കരയിക്കണ്ട എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ് ചെയ്യുക കേട്ടോ. ഇവിടെ എച്ചിൽ മുസ്ലിമുകളായിട്ടുള്ള ഇസ്ലാം നാമധാരികളോടാണ് കേട്ടോ. ഇവിടെ ഒന്ന് തന്തയില്ലാത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. വെറുതെ എൻ്റെ തലയിൽ കയറാനായിട്ട് ഇങ്ങോട്ട് ഒന്ന് തള്ളി കയറരുത്, മനസ്സിലായില്ലേ? വന്നല്ല, പറഞ്ഞപ്പോഴേ ഉള്ളൂ. വൈ ആർ യു ബ്ലെയിമിങ് ആരിഫ് ഹുസൈൻ? ദ ഓൺലി റീസൺ, ആദ്യം പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. യുക്തിവാദം പറയുന്നത് തെറ്റല്ല, യുക്തിഭദ്രമായ ചിന്തകൾ വളർത്തുന്നത് തെറ്റമല്ല, ശാസ്ത്രാവബോധം വളർത്തണമെന്ന് നമ്മുടെ ഒരു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് ശാസ്ത്രാവബോധം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ല ഉത്തരവാദിത്തമുള്ളൊരു പൗരൻ്റെ ധർമ്മം തന്നെയാണ്. പക്ഷേ വർഗീയ പരാമർശങ്ങളും വർഗീയതയും വിഷവും ചീറ്റൽ എന്നുള്ളതല്ല. അതിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായോ? ഹായ് രാജു. അതുകൊണ്ടാണ് ആ ബ്ലെയിമിങ് വരുന്നത്. അവൻ ഒരു KUNN മോനാണ്. സ്വന്തം ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്ത ശേഷം വേണം നാട്ടുകാരുണ്ടാക്കാൻ പോകാൻ. അവൻ ഒന്ന് കെട്ടി ആ മോളെയും ഭാര്യയെയും കളഞ്ഞവനാണ്. രണ്ടാമത് കെട്ടിയതിൽ 2 കുട്ടികളാണ്. അവളെയും കളഞ്ഞു. കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുന്നില്ല, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നില്ല, പെറ്റ ഉമ്മായെ നോക്കുന്നില്ല, തന്തയ്ക്കൊന്നും കൊടുക്കുന്നില്ല. സ്വന്തം കുടുംബത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു കെയറും ചെയ്യാത്ത ഒരു വ്യക്തി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ വന്നിരുന്ന് ഉണ്ടാക്കിയാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളെപ്പോലെ മണ്ടന്മാരുണ്ടാകും. എനിക്ക് മണ്ടത്തരമില്ല. അതാണ് നമ്മൾ നല്ലതെന്ന് ആദ്യം പറയേണ്ടത് നമ്മുടെ ഉമ്മ ആയിരിക്കണം. നമ്മളെ തള്ളി പറഞ്ഞെങ്കിൽ ലോകത്ത് ഇനി ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. പെറ്റ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടി ലോകത്ത് എവിടെ പോയിട്ടും ജയിച്ച് ചരിത്രമില്ല, മനസ്സിലായോ? അതേപോലെ തന്നെ ഭാര്യയോ അമ്മയും തള്ളി പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ചുമന്നുകൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്ക് വേറെ ആളെ കിട്ടാത്തതുകൊണ്ടാണ്.
നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഇസ്ലാമിനെ വെറും മ്ലേച്ഛമാക്കുക, വൃത്തികേടാക്കുക എന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾ അവരെ ചൂസ് ചെയ്തിരിക്കുന്നത്. ശാസ്ത്രാവബോധം പറ, നാട്ടിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി അതൊക്കെ പറയുക, അതൊക്കെ കുഴപ്പമില്ല. ഗോത്രീയതകൾ മാറണം, അതൊക്കെ ഞാനും പറയുന്ന കാര്യം തന്നെയാണ്. സ്ത്രീകൾ പുരോഗമനവാദം പറയണം, പുരോഗമിക്കണം, നല്ല രീതിയിൽ എല്ലാം മുന്നോട്ട് പോകണം, ഒക്കെ ഞാനും പറയുന്ന കാര്യമാണ്. പക്ഷേ അവൻ പറയുന്ന രീതി ഞാൻ പറയാറില്ല. അവഹേളനമല്ല വിമർശനം. വിമർശനം എന്ന് പറയുന്നത് ഡിഫറൻറ്റ്, അവഹേളനം ഡിഫറൻറ്റ്. അവനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അവഹേളിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകും, നമ്മൾ തിരിച്ചു പറയും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള മുസ്ലിംസ് എല്ലാം അവനെ വെട്ടിക്കൊല്ലും, ആളുകൾ ഭയങ്കര ജിഹാദികളാണ്, ആൾ വെട്ടും കൊത്തും കൊല്ലും എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അടുത്തൊന്ന് കണ്ണാടി നോക്കാൻ പറ. അവൻ ജീവിച്ചിരിക്കുകയല്ലേ? അപ്പോൾ ആ പറയണ പച്ച നുണയല്ലേ? ആണല്ലോ. പിന്നെ ഇനിയിപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടും കൊണ്ടുവരും. ഹലോ, 16 വെട്ട് കിട്ടിയ ഒരു പള്ളിയിലച്ചന്തോൽ അവിടെയുണ്ട്. അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതെന്തുകൊണ്ട് പബ്ലിസിറ്റി കിട്ടിയില്ല? അത് വെട്ടിയത് അച്ഛന്മാരും കൂടെ ചേർന്നിട്ടാണ്. എന്തിനെന്നറിയാമോ? സഭയ്ക്കെതിരെ സംസാരിച്ചതിനാ. സഭയ്ക്കെതിരെ സംസാരിച്ചതിന് 16 വെട്ടി അയാളെ കൊല ചെയ്ത് അയാൾ രക്ഷപ്പെട്ട് അവിടെ വിക്റ്റിമായിട്ട് അവിടെ ജീവിച്ചിരിക്കുന്നു. അയാളെ കൊടുത്തോണ്ട് നടക്കുന്നില്ലല്ലോ, അയാളെ തൂക്കിക്കൊണ്ട് നടക്കുന്നില്ലല്ലോ കാസാക്കുട്ട ആരിഫ് ഹുസൈൻ. എന്തുകൊണ്ടില്ല? അത് പ്രയോജനമില്ലാത്ത സാധന. കാരണം ഇസ്ലാമിലുള്ള ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യുകയും റെസിസ്റ്റ് ചെയ്യുകയും എന്താണെന്ന് മനസ്സിലാക്കാനോ സംസാരിക്കാനോ മനസ്സിലാക്കിച്ചു കൊടുക്കാനോ അവൻ്റെ ചാനലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവന് വ്യൂ കിട്ടും, സബ്സ്ക്രിപ്ഷൻ കിട്ടും, അതിൽ കൂടെ ഒരു ടേൺ ഓവർ കിട്ടും, മണി കിട്ടും, അതും അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അവന് ധൈര്യമുണ്ടെങ്കിൽ സേവിയർ അച്ഛന 16 വെട്ടിയതിനെ പറ്റി സംസാരിക്കാൻ പറ. എന്തിനു വെട്ടിന്ന്? സഭയ്ക്കെതിരെ സംസാരിച്ചാണ്. മെഹറൂൺ ചൊല്ലി പിന്നെ ഇടമറുകിനെ പുറത്താക്കിയത് ക്രിസ്ത്യാനിറ്റിയാണ്. ആദ്യമായിട്ട് പള്ളി നിഷേധിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി ഈ പറയുന്ന മെഹറൂൺ ചൊല്ലി കളഞ്ഞ ആളാണ്. അതേ വർഷം അതിനേക്കാൾ പിന്നിട്ട വർഷങ്ങളിൽ ആരിഫ് ഹുസൈൻ ഇവിടെ MF ഹുസൈൻ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ദേവിയുടെ ചിത്രം വരച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. ഇന്നവരെ അങ്ങനെ ഒരു ചിന്താധാര ഇസ്ലാമിയർക്കിടയിൽ വന്നിട്ടില്ല. വ്യക്തമായ ബോധമില്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ അവൻ പറയുന്ന നരേഷനും കേട്ടുകൊണ്ട് ഇങ്ങോട്ട് തള്ളുന്നത്. ഓക്കെ, സേബ സാവി മാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒരാഴ്ച ലൈവിൽ വന്നിട്ട് ഹായ് അനശ്വര രാജനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമോ? ഇത് അവൾക്ക് ജാടയാണ്. ഇല്ല, നല്ല കുട്ടിയാണ്, കാണാൻ നല്ല ചന്തല്ലേ. എനിക്കങ്ങനെ ജാടയൊന്നും തോന്നിയിട്ടില്ല. അത് നിങ്ങൾ ആ ഫീൽഡിൽ നിൽക്കാത്തത് കൊണ്ടാണ്. നമുക്കിപ്പം കുറച്ച് ഒരു സെലിബ്രിറ്റി മോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെട്ടു. അപ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ എന്തൊക്കെ കാണിക്കുന്നതാണ്, അല്ലാതെ അവൾ എത്ര വലിയൊരു ജാടക്കാരിയൊന്നുമല്ല. ഷീസ് ഓക്കെ. അത് അവരുടെ പൊസിഷനിൽ നിങ്ങളൊന്ന് വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല ക്യൂട്ടാണ്, നന്നായി അഭിനയിക്കാൻ അറിയുന്ന നല്ല ക്യൂട്ടായ ഒരു കുട്ടിയാണ്. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? നീ ഒന്നേ ചോദിക്കാവുള്ളൂ, കൂടുതൽ ചോദിച്ചാൽ ഞാൻ വഴക്കുണ്ടാക്കും. ഐ ലവ് യു ചേച്ചി. താങ്ക് യു രമ്യ. സെറ്റ് ഹായ്. പെട്ടെന്ന് ചോദിച്ചു, എനിക്ക് പോകണം, പിള്ളേർ കാത്തിരിക്കുന്നു. ഹായ് ഓമന. കാര്യം ചോദിക്കണേ, പെട്ടെന്ന് ചോദിക്ക് ചേച്ചി. നെക്സോവിൻ്റെ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡ് എടുത്തു എന്ന് അതിൽ പറഞ്ഞല്ലോ, എന്താണ് പറയാനുള്ളത്? എനിക്കതിനകത്ത് ഒരു സ്റ്റാൻഡും ഇല്ല. ഞാൻ അതിനകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡും എടുത്തിട്ടില്ല. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് ഒന്നും പറയരുത്. അതിൽ എൻ്റെ അടുത്ത് സംസാരിച്ചില്ലല്ലോ, എൻ്റെ അടുത്ത് ഒരു വർത്തമാനം ചോദിച്ചില്ലല്ലോ. അവനങ്ങ് തീരുമാനിച്ചോ? അവനാണോ കോടതി? അവൻ രേണുവിൻ്റെ കാര്യത്തിൽ സാധനങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ കാര്യത്തിൽ സാധനങ്ങൾ പറയാനായിട്ട് അവൻ വരണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവനെ നിയോഗിച്ചിട്ടില്ല. പിന്നെ നെക്സോവിയൻ്റെ കാര്യത്തിൽ ഞാൻ ഡബിൾ സ്റ്റാൻഡ് അല്ല, അവനാണ് എടുത്തത്. ആ പെണ്ണുങ്ങളതല്ലേ പറഞ്ഞത്, അവൻ പോയാണ് കോംപ്രമൈസ് ചെയ്തത്. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പോയില്ലല്ലോ, ഞാൻ ഒരു കാര്യവും പറയാൻ പോയില്ല. എന്നെ വിളിച്ചിട്ട് ഇവളുമാർ പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ലേ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്ത്. ഞാൻ വിളിച്ചില്ലല്ലോ, അവനോട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനൊക്കെ വിവി സാക്ഷിയാണ്. നിങ്ങൾ വിവിയെ കൊണ്ട് പറയിക്ക്, എന്നാൽ ഞാൻ ഏറ്റു. ഇനി എപ്പോഴാണ് ലൈവ്? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നത് കൂടെ മോളാണോ? എനിക്ക് ശരി അല്ല, മോനാണ്. പ്രിയങ്ക അനൂപിനെതിരെ ഒരു വീഡിയോ ചെയ്യുമോ? ചെയ്യാം. സ്ഥിരമായി നിങ്ങളുടെ ടോക്ക് കേൾക്കുന്ന ആളാണ്, നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ.
ഫസ്മിന് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. റേപ്പർ എന്താടമേ? അല്ല, അവർ രണ്ടുപേരും ആണോ ഇവിടെ യൂട്യൂബിലെ കോടതി? ആണോ അവർ രണ്ടുപേരും ആണോ? അല്ലല്ല, അവർക്ക് എവിടെ നിന്നാ നോളജ് കിട്ടി ഞാൻ ഡബിൾ സ്റ്റാൻഡ് ചെയ്തെന്ന്? ആരുടെ അടുത്തുനിന്ന് കിട്ടി? അവരെൻ്റെ അടുത്ത് ചോദിച്ചോ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ വീഡിയോ ഇട്ടത്? അല്ലല്ല, അത് സ്വയം അങ്ങ് ഇമാജിൻ ചെയ്ത് ഇടുന്നെങ്കിൽ ഇടട്ടെ. അത് രേണുവിൻ്റെ അടുത്ത് കളിച്ചാണൊക്കെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ കളി പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. കോട്ടയത്തുള്ള അപ്പൂസ് ഗെയിമിങ് അതൊക്കെ ഓക്കെ. എടേ എനിക്കതൊന്നും അറിഞ്ഞൂടേ. അനശ്വരയ്ക്ക് ആണോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ആ ഫാൻസ് ആർക്ക് കൂടുതലെന്ന് വെച്ചാൽ തുണി കൂടുതൽ ഉരിയുന്നവർക്ക് കൂടുതൽ ഫാൻസ് കിട്ടുമായിരിക്കും. എനിക്കതിനെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വല്ലവനും വല്ലയിടത്ത് നിന്നുകൊണ്ട് കൊട്ടിത്താളവും പാട്ടിത്താളവും ഒക്കെ പാടുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ ആരുടെടുത്തും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ഇവറ്റകൾ ആരെയും ഭയവുമില്ല, അങ്ങനെ ഭയപ്പെടാനുള്ള സാധനങ്ങളും അല്ല അവറ്റകൾ. എന്നെ നേരെ തിരിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് നല്ല വർത്താനം എനിക്ക് തിരിച്ച് അണ്ണാക്കി കൊടുക്കാൻ അറിയാം. നെക്സ്റ്റ് രേണു സുധിയെ നന്നായി പേടിക്കുന്നുണ്ടെന്ന്. അവനോട് ഞാൻ ഗുണ്ടകളെ അവൾ ഇറക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ലൈവിൽ കമൻറ്റ് വായിച്ചില്ല. എനിക്കറിയത്തില്ല. ഇത്തായ ഇഷ്ടമുള്ളത് കൊണ്ട് ചോദിച്ചാൽ ഇല്ലല്ല ആയിക്കോട്ടെ, അത് മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഞാൻ എന്നെ ആൻസർ ചെയ്തത്. നെക്സോവിയൻ്റെ കേസ് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അതിനകത്തില്ല, ആ വിഷയമായിട്ട് ഞാൻ പോയിട്ടില്ല. എന്നോട് വിളിച്ച് ചോദിച്ചപ്പം കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്, കേസ് കൊടുക്കാൻ പറഞ്ഞു. അതേപോലെ അതുലിൻ്റെ കേസിന് എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പെണ്ണുങ്ങളെ വേശി വെടി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവരും നമ്മൾ ഒരാളുടെ അടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ റിയാക്ട് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ പറയാതിരിക്കുക. അങ്ങനെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഹൈസിൻ്റെ വിഷയം ഒത്തിരി പെൺകുട്ടികളെന്ന് പറഞ്ഞില്ലത്, അവൾ അപർണ എന്ന് പറഞ്ഞിരുന്നു, മറ്റേ കൊച്ചു പറഞ്ഞിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കേസ് കൊടുക്കുക, ഞാൻ എന്ത് സപ്പോർട്ട് വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അത് ഇവരുടെ കാര്യത്തിലും ഉണ്ട്. ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ അതിൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻ ഞാൻ തരും, വക്കീലിനെയും തരും, ഞാൻ കൂടെ വരികയും ചെയ്യും. അതിൽ പറയാൻ എന്തുവാ? അപ്പോൾ രേണുവിന് തന്നെ ആയിരിക്കുക. രേണു വട വിൽപ്പനക്കാരി, ഇനി അവൾ അപ്പോഴും വിറ്റുജീവിക്കുന്നത്. പോമനെ ഓക്കെ. സോറി, ഇത് തീർന്നില്ല, അതുകൊണ്ടാണ് കമൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എന്നാ ഇതും കൂടെ കൊണ്ടുപോകും. തലക്കാൻ പറ്റിയോ? ഇത് ചാവി ഇതിനകത്താണ് ഉണ്ടോ? എടുക്കണ്ടേ? ഗിരബീരൊക്കെ എന്നാലും എൻ്റെ ഇത് വയ്ക്കാനൊരു കംഫർട്ട് സ്റ്റോണിലാണ്. ഓക്കെ, എന്നാ കിങ്ങിനെയും കൂടെ വിളിച്ചുകൂടാ. ബൈ. ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാടെ. ഞങ്ങൾ വായി നോക്കാൻ പോണം. ബൈ. ഇത് ക്ലോസ് ആവാത്ത എന്ത്? ഞാനും വരുന്നത്, എന്നെയും കൂടെ കൊണ്ടുപോകും.